മലയൂർ മമ്പട്ടിയാനെക്കുറിച്ച് മുൻപേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരായിരുന്നു മമ്പട്ടിയാൻ? അയാൾ എങ്ങനെയാണ് ഒരു കൊള്ളക്കാരനും കൊലപാതകിയുമായിട്ട് മാറിയത്? പോലീസുകാരുടെ റെക്കോർഡുകളിലുള്ള കാര്യങ്ങളെല്ലാം ആ കഥയിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ കെന്നത്ത് ആൻഡേഴ്സൺ മലയൂർ മമ്പട്ടിയാനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ്. പോലീസ് റെക്കോർഡുകളിൽ ഇല്ലാത്ത പല കാര്യങ്ങളും മമ്പട്ടിയാനെക്കുറിച്ച് ആൻഡേഴ്സൺ പറയുന്നുണ്ട്. ഈ വീഡിയോ കൂടി വന്നാൽ മാത്രമാണ് മമ്പട്ടിയാന്റെ ചരിത്രം പൂർണ്ണമാവൂ. ഞാനിനി നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നത് ഒരു മനുഷ്യനെക്കുറിച്ചാണ്. ഇയാൾ ഒരു കൊള്ളക്കാരനായിരുന്നു. എന്നുവെച്ചാൽ ഒരു കള്ളനും 9 ആളുകളെ കൊന്ന ഒരു കൊലപാതകിയും. കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. സെൽവരാജ് എന്നായിരുന്നു ഇവന്റെ പേര്. പോലീസ് രേഖകളിൽ അവനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: പ്രായം ഏകദേശം 36, ഉയരം 5 അടി 7 ഇഞ്ച്, ശരാശരി ഇരുണ്ട നിറം, കട്ടിയുള്ള ചുഴറ്റിവെച്ച കൊമ്പൻ മീശ, അത് ഏകദേശം നെറ്റി വരെ എത്തിയിരുന്നു. വ്യക്തമായിട്ടും കാണാവുന്ന നീണ്ടു കൂർത്തു നിൽക്കുന്ന മേൽചുണ്ട്, വലത് കണ്ണിന്റെ മൂലയിൽ നിന്നും വലത് ചെവിയുടെ ഭാഗത്തേക്ക് നീളുന്നൊരു മുറിപ്പാടും ഇയാൾക്കുണ്ട്. കുടുംബ വഴക്കായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. സെൽവരാജിന്റെ പിതാവ് അയൽവാസിയുമായിട്ട് വഴക്കിട്ടിരുന്നു. അയൽവാസി ഒരു ദിവസം ഒരു കൂട്ടം ബന്ധുക്കളെ വിളിച്ചുകൂട്ടി. എന്നിട്ടൊരു രാത്രിയിൽ ആ വൃദ്ധനെ വഴിയിൽ പതിയിരുന്ന് കൊലപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ എല്ലാവർക്കും ഉദാഹരണമായിട്ട് കാണും വിധം ഹൈവേയുടെ അതിർത്തിയിലുള്ള ഒരു മരത്തിൽ മൃതദേഹം കെട്ടിയുമിട്ടു. അന്ന് സെൽവരാജ് ചെറുപ്പക്കാരനാണ്. ഈ വൈരാഗ്യത്തെക്കുറിച്ച് അയാൾക്കും അറിയാം. പരമാവധി പ്രശ്നങ്ങളിൽ പോയിട്ട് വീഴാതിരിക്കുവാനായിട്ട് അവൻ ശ്രമിച്ചിരുന്നു. പക്ഷെ തൻ്റെ പിതാവിൻ്റെ ക്രൂരമായിട്ടുള്ള കൊലപാതകം അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ തൻ്റെ സഹോദരനെയും മറ്റ് 5 പേരെയും സഹായത്തിന് വേണ്ടിയിട്ട് വിളിച്ചുകൂട്ടി. അങ്ങനെ 7 പേരടങ്ങുന്ന ഈ പ്രതികാര സംഘം കൊലയാളികളുടെ വീടുകളിൽ ഒരു ദിവസം ഒരു കടന്നാക്രമണം നടത്തി. തൻ്റെ പിതാവിനെ ക്രൂരമായിട്ട് വധിച്ച കുടുംബത്തിലെ 9 പേരെയും മരം വെട്ടുന്ന കോടാലികൾ ഉപയോഗിച്ച് കണ്ടം തുണ്ടം വെട്ടി കൊലപ്പെടുത്തി. അതിനുശേഷം ദേശമാകെ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. കൂട്ടക്കൊലയുടെ പിന്നിലെ കാരണവും കുറ്റവാളികൾ ആരാണെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. സെൽവരാജിനെ സഹായിച്ച 3 ബന്ധുക്കളെ പോലീസ് പിടികൂടി. അവരെ കുറ്റക്കാരായിട്ട് കണ്ടെത്തി. പിന്നെ തൂക്കിലേറ്റി. അതോടെ ഇയാളും സഹോദരനും പിന്നെ 2 പേരും വനത്തിലേക്ക് ഒളിവിൽ പോവുകയാണ്. സംഘർഷം എമ്പാടും വ്യാപിച്ചു. പക്ഷെ ഇരു കൂട്ടരും, അതായത് കൊന്നവരും കൊല്ലപ്പെട്ടവരും, പോലീസിന്റെ സഹായം മാത്രം ആവശ്യപ്പെട്ടില്ല. സെൽവരാജും സഹോദരനും മറ്റു 2 പേരും എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അറിയുവാനായിട്ട് കൊല്ലപ്പെട്ട 9 പേരുടെയും ബന്ധുക്കൾ അന്വേഷണം ആരംഭിച്ചു. ഇത്തരം കാര്യങ്ങളിൽ പതിവുള്ളതുപോലെ ഒരു സ്ത്രീ കാരണമാണ് അവരുടെ ഒളിയിടം പുറത്തായത്. സെൽവരാജിന്റെ സഹോദരൻ മറ്റൊരാളുടെ ഭാര്യയെ വിവാഹം കഴിച്ച് സെൽവരാജിനും മറ്റു 2 പുരുഷന്മാർക്കുമൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതനായ ആ സ്ത്രീയുടെ ഭർത്താവാണ് അവരുടെ ഒളിയിടത്തെക്കുറിച്ച് കൊല്ലപ്പെട്ട 9 പേരുടെയും ബന്ധുക്കൾക്ക് വിവരം നൽകിയത്. അന്ന് രാത്രിയിൽ പെട്രോളുമായിട്ട് വന്ന അവർ ശത്രുക്കൾ ഉറങ്ങിക്കിടക്കുന്ന കുടിലിന് തീയിട്ടു. സെൽവരാജിന്റെ സഹോദരനും യുവതിയും വെന്തു മരിച്ചു. എന്നാൽ സെൽവരാജും 2 കൂട്ടാളികളും വീണ്ടും രക്ഷപ്പെട്ടു. പോലീസ് വീണ്ടും വന്നു. കുടിൽ കത്തിച്ചവരെ അറസ്റ്റ് ചെയ്തു. അവരിൽ 2 പേരെ തൂക്കിലേറ്റി. പോലീസിനെ പേടിച്ചും പരസ്പരം ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചും ഇരു കൂട്ടരും കാട്ടിലേക്ക് കയറി ഒളിച്ചു. സ്വത്തും ഭൂമിയും ഉപജീവന മാർഗവും തുടങ്ങി എല്ലാം നഷ്ടപ്പെട്ട സെൽവരാജിന് എങ്ങനെയെങ്കിലും ജീവിക്കേണ്ടതുണ്ട്. ഇനി ഒരു പട്ടണത്തിലും സത്യസന്ധമായിട്ടൊരു ജീവിതം നയിക്കുവാനായിട്ട് അവന് കഴിയില്ല. കാരണം പോലീസ് അവനെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അവനെ കവർച്ചയിലേക്ക് തിരിയുവാനായിട്ട് പ്രേരിപ്പിച്ചത്. പക്ഷെ അത്തരമൊരു പദം സെൽവരാജ് ചെയ്ത കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ട് കഴിയുമോ എന്ന് സംശയിക്കണം. കാര്യം മോഷണമാണെങ്കിലും അതും മാന്യമായിട്ടുള്ള രീതിയിലാണ് അവൻ ചെയ്തത്. റോബിൻ ഹുഡിനെ പോലെ ദക്ഷിണേന്ത്യയിലെ ഒരു കൊള്ളക്കാരനായിട്ട് സെൽവരാജ് മാറുകയാണ്. ദരിദ്രരെ പോറ്റുവാനായിട്ട് അയാൾ പണക്കാരെ കൊള്ളയടിച്ചു. ഭൂ ഉടമകൾ, സമ്പന്നരായിട്ടുള്ള വ്യാപാരികൾ, അതുപോലെ പുരോഗതി പ്രാപിച്ചു വരുന്ന വ്യാപാരികൾ, അങ്ങനെയുള്ളവരായിരുന്നു അവൻ്റെ ഇരകൾ. എന്നാൽ അവൻ തനിക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാറുള്ളൂ. മോഷ്ടിച്ച മുതലിൽ 3-ൽ 2 വികലാംഗർക്കും ദരിദ്രർക്കും രോഗികൾക്കും നൽകി. അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ 2 വികാരമുണ്ടായിരുന്നു. കർഷകരും കുടികിടപ്പ് കർഷകരും ഉൾപ്പെടെയുള്ള വലിയൊരു കൂട്ടം ജനങ്ങൾ അയാളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. എന്നാൽ സമ്പന്നരായിട്ടുള്ള വ്യക്തികളും പോലീസും അവനെ ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്തു. ഈ സമയത്താണ് സെൽവരാജിന് ഒരു വിളിപ്പേര് വീണത്. അയാൾക്ക് നീണ്ടു നിൽക്കുന്ന മേൽചുണ്ടുണ്ടായിരുന്നതുകൊണ്ട് മമ്പട്ടി വായെന്നിവൻ അറിയപ്പെട്ടു തുടങ്ങി. അതിൻ്റെ അർത്ഥം മമ്പട്ടി പോലെ വായുള്ള മനുഷ്യനെന്നാണ്. ഷവ്വലിന്റെ പ്രാദേശിക നാമമാണ് മമ്പട്ടി. അയാൾ പൂർണ്ണമായിട്ടും കാട്ടിലാണ് താമസിച്ചിരുന്നത്. കാവേരി നദിയുടെ തീരം മുതൽ കൊല്ലഗേൽ ജില്ലയുടെ കിഴക്ക് ഭാഗം, സേലം ജില്ല, ദൊഡ്ഡഹള്ള, പിന്നെ എൻ്റെ കുറിപ്പുകളിൽ പലവട്ടം പരാമർശിച്ചിട്ടുള്ള ഞാൻ രഹസ്യ നദി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള സ്ഥലം തുടങ്ങി അങ്ങനെ നിരവധി മൈലുകളോളം ദൂരത്തിലും
പിന്നെ നദിയും പർവ്വതങ്ങളും കടന്ന് ചിനാർ നദിയിലേക്കും അവിടെ നിന്നും പെന്നഗ്രാം പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലേക്കും വരെ മമ്പട്ടിയുടെ പ്രവർത്തന മേഖല വ്യാപിച്ചു കിടന്നിരുന്നു. ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് രാജസ്ഥാനിലെ കുപ്രസിദ്ധ കൊള്ളക്കാരനായ മാൻസിംഗിനെ പോലെ, ഒരു ധീരസാഹസിക നായകനെ പോലെ അവൻ ഓർക്കാപ്പുറത്ത് പ്രത്യക്ഷപ്പെടുകയും അതുപോലെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അധികാരികൾക്ക് ഒരിക്കലും അവനെ പിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മാൻസിംഗിനെ പോലെ തെക്കൻ ദേശത്ത് മമ്പട്ടി വായനും മാറി. വനപ്രദേശങ്ങളിലും കാടിന്റെ അതിരുകളിലും ജീവിച്ചിരുന്ന പാവപ്പെട്ടവർക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു അയാൾ. മമ്പട്ടി കാട്ടിൽ എവിടെയാണ് തങ്ങുന്നത് എന്ന വിവരം അധികാരികൾക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല. എന്നാൽ പോലീസിന്റെ നീക്കങ്ങളെക്കുറിച്ച് ജനങ്ങൾ അപ്പോഴപ്പോൾ അവനെ അറിയിക്കും. പോലീസ് അയാളെ പിടികൂടുവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാട്ടിലേക്ക് സായുധ സംഘങ്ങളെ അയച്ചിരുന്നു. മമ്പട്ടിയാന്റെ പ്രവർത്തന രീതി വളരെ ലളിതമാണ്. തനിക്ക് വിവരങ്ങൾ അറിയിച്ചു തരുന്ന ഒരു കൂട്ടം ആളുകളിൽ നിന്ന് ഭൂ ഉടമകളെക്കുറിച്ചും വ്യാപാരികളെക്കുറിച്ചും അവരുടെ വരുമാന സ്രോതസ്സുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അയാൾ നേടിയെടുക്കും. പിന്നെ വളരെ നിഗൂഢമായിട്ട് അയാൾ ഈ മാന്യന്മാരുടെ വീടുകളിൽ രാത്രി പ്രത്യക്ഷപ്പെടും. കത്തിയും തോക്കും ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തും. ഭയം മൂലം ജീവൻ രക്ഷിക്കുവാനായിട്ട് അവർ കൈമാറുന്ന വലിയ തുകയും എടുത്തുകൊണ്ട് അയാൾ മടങ്ങിപ്പോരും. കള്ളത്തടി വെട്ടുകാരിൽ നിന്നും പണം പിരിച്ചെടുക്കുക, അതായിരുന്നു അയാൾ ചെയ്ത മറ്റൊരു പ്രവൃത്തി. രാത്രിയുടെ മറവിൽ തടി മോഷ്ടാക്കൽ ലോറികളെയും പിന്നെ തൊഴിലാളി സംഘത്തെയും കൂട്ടി കാടിന്റെ ശാന്തമായിട്ടുള്ള ഏതെങ്കിലും കോണിലേക്ക് വരും. പിന്നെ മരങ്ങൾ വെട്ടിയിടും. അത് കഷ്ണങ്ങളായിട്ട് മുറിച്ച് ലോറികളിൽ കയറ്റും. നേരം പുലരും മുൻപേ എല്ലാവരും അപ്രത്യക്ഷമാവും. എന്നാൽ നിർണായക നിമിഷത്തിൽ, അതായത് ഡ്രൈവർ മരങ്ങളെല്ലാം കയറ്റി പോകുവാനായിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ നിമിഷത്തിൽ മമ്പട്ടിയാൻ ഡ്രൈവറുടെ ക്യാബിന്റെ അരികിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവൻ അവന്റെ തോക്കെടുത്ത് വണ്ടിക്കുള്ളിൽ ഇരിക്കുന്നവർക്ക് നേരെ ചൂണ്ടും. അവന്റെ നിശബ്ദതയുടെ വിലയായിട്ട് 50 രൂപ ആവശ്യപ്പെടും. സ്ഥിരമായിട്ട് ഈ തുക ഡ്രൈവർമാർ മുടക്കം കൂടാതെ നൽകിയിരുന്നു. എന്നാൽ ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ധൈര്യശാലിയായ ഒരു ഡ്രൈവർ പെട്ടെന്ന് ഗിയർ മാറ്റിയിട്ട് വാഹനം ഓടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ മമ്പട്ടിയാൻ ആ ഡ്രൈവറെ ഒന്നും ചെയ്തില്ല. പകരം ലോറിയുടെ പിൻവശത്തുള്ള 2 ടയറുകളിലും തുടർച്ചയായിട്ട് വെടിവെച്ചു. ലോറിയിൽ ഒരു സ്പെയർ വീൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഡ്രൈവർക്ക് പോകുവാനും പറ്റിയില്ല. കക്ഷി ടൗണിൽ പോയിട്ട് ഒരു സെക്കൻഡ് സ്പെയർ വീലും എടുത്ത് മടങ്ങും മുൻപേ നേരം പുലർന്നു പോയി. ജോലിക്കാരാകട്ടെ ലോറിയിൽ നിന്നും തടി ഇറക്കുവാനും തങ്ങൾ മോഷ്ടിച്ച തടികളെല്ലാം എവിടെയെങ്കിലും ഒളിപ്പിക്കുവാനും ശ്രമിച്ചു. പക്ഷെ അതിനോടകം പോലീസ് അവരെ കണ്ടെത്തി. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. അതോടൊപ്പം ലോറിയും കണ്ടുകെട്ടി. ഡ്രൈവർക്ക് മാറേണ്ടി വന്ന ഓരോ ടയറിനും 600 രൂപ വില വരുമായിരുന്നു. അത് വെച്ച് നോക്കിയാൽ വെറും 50 രൂപ മാത്രമാണ് ഈ കൊള്ളക്കാരൻ അവരോട് ആവശ്യപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം മമ്പട്ടിയാൻ വളരെയധികം പ്രശസ്തി നേടി. അതേസമയം മമ്പട്ടിയാന്റെ ന്യായമായിട്ടുള്ള ആവശ്യം നിരസിച്ചതിൽ ആ തടിവെട്ടുകാർ വളരെയേറെ ഖേദിച്ചു. പോലീസിന് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം കവർച്ചയിലൂടെ പ്രതിവർഷം ശരാശരി 25,000 രൂപ മമ്പട്ടിയാൻ പിരിച്ചെടുത്തിരുന്നു. എന്നാൽ മമ്പട്ടിയാൻ എടുത്തതും എന്നാൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാത്തതുമായിട്ടുള്ള തുകകൾ അത് വേറെയുമുണ്ട്. കാരണം അനധികൃതമായിട്ട് ധനസമ്പാദനം നടത്തുന്ന അവർക്ക് പോലീസിൽ പരാതി കൊടുക്കുവാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ളവരെ തേടി പിടിച്ച് കൊള്ളയടിക്കുവാൻ മമ്പട്ടിയാൻ ബഹുമിടുക്കനായിരുന്നു. അതുകൂടി ഉൾപ്പെടുത്തിയാൽ ഈ കണക്ക് ഇരട്ടിയാകും. അവന്റെ പ്രവർത്തനങ്ങൾ കൂടുതലും ഒറ്റയ്ക്കായിരുന്നു. വളരെ ബുദ്ധിപൂർവം തന്റെ കൂട്ടാളികളെ വരെ അവൻ അവിശ്വസിച്ചു. ഒരു കാക്കി ഷർട്ട്, മുഷിഞ്ഞ കാക്കി ഷോർട്സ്, അരയിൽ ഒരു ബെൽറ്റ്, അതിന്റെ ഇടതുവശത്തൊരു വലിയ വാക്കത്തിയും വലതുവശത്തൊരു കടാരയും ഉണ്ടായിരുന്നു. തോളിൽ തൂക്കിയിട്ട ഒരു കാർട്രിഡ്ജ് ബെൽറ്റിൽ വീട്ടിൽ വെച്ച് തയ്യാറാക്കിയ വെടിയുണ്ടകൾ നിറച്ചിരുന്നു. അതെല്ലാം 12 ബോർ കാർട്രിഡ്ജുകളായിരുന്നു. ഇതായിരുന്നു അവന്റെ പതിവ് വേഷം. വളരെ പഴയതും അവൻ മോഷ്ടിച്ചതും എന്നാൽ നന്നായിട്ട് പരിപാലിച്ചിരുന്നതുമായ ഒരു 12 ബോർ ജിക്കോ തോക്ക് ഏതു സമയത്തും നിറയൊഴിക്കുവാൻ തയ്യാറാക്കി മമ്പട്ടിയാൻ കൈവശം വെച്ചിരുന്നു. ചിലപ്പോഴൊക്കെ ഒരു ഫോറസ്റ്റ് ഗാർഡിന്റെ യൂണിഫോം ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ഒരു പച്ച തലപ്പാവും ധരിക്കാറുണ്ട്. മമ്പട്ടിയാൻ സ്ത്രീകളോട് അസാധാരണമായിട്ടുള്ള മര്യാദ കാണിച്ചവനായിരുന്നു. അവരിൽ പലർക്കും അയാളെ ഇഷ്ടവുമായിരുന്നു. മേട്ടൂർ അണക്കെട്ടിൽ നിന്നും 10 മൈൽ അകലെയുള്ള മേച്ചേരി എന്ന ഗ്രാമത്തിലാണ് അവന്റെ നിയമപരമായിട്ടുള്ള ഒരു ഭാര്യ താമസിച്ചിരുന്നത്. തന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കാടുകളിൽ ഉടനീളം നിരവധി വെപ്പാട്ടിമാർ ഉണ്ടായിരുന്നിട്ടും മമ്പട്ടിയാൻ ആദ്യ ഭാര്യയെ ഒരിക്കലും മറന്നിരുന്നില്ല. ഏകദേശം 6 മാസത്തോളം പോലീസ് മേച്ചേരിയിലുള്ള അയാളുടെ ഭാര്യയുടെ വീട്ടിൽ നിരീക്ഷണം നടത്തി. എങ്കിൽ പോലും അവരുടെ കണ്ണു വെട്ടിച്ച് മമ്പട്ടിയാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ സന്ദർശിച്ചു വന്നു. ഒരിക്കൽ ഒരു സ്ത്രീ ശരീരമാസകലം മൂടിക്കെട്ടി വന്നു. ആ സ്ത്രീ പോയതിനു ശേഷം മാത്രമാണ് പോലീസിന് ആ സ്ത്രീ വേഷം മാറി വന്ന മമ്പട്ടിയാൻ ആയിരുന്നുവെന്ന് മനസ്സിലായത്. ഈ സംഭവം നടന്ന് 1 മാസം കഴിഞ്ഞു. സമാനമായ മറ്റൊരു സ്ത്രീ രൂപം നിശബ്ദമായിട്ട് വീട്ടിലേക്ക് വരുന്നത് പോലീസ് കണ്ടു. അവർ അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. പിന്നെ നിമിഷ നേരം കൊണ്ട് ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് കൈകളിലും കാലുകളിലും വിലങ്ങ് വെച്ചു. എന്നാൽ അവർ വീണ്ടും നാണം കെട്ടു. ഇതിനോടകം അവിടെ തടിച്ചുകൂടിയ ഗ്രാമീണരുടെ മുൻപിൽ വെച്ച് മുഖപടം ഊരി നോക്കിയപ്പോൾ മമ്പട്ടിയാന്റെ സ്ഥാനത്ത് ഒരു യഥാർത്ഥ സ്ത്രീ നിൽക്കുന്നതാണ് കണ്ടത്. അവൾ പോലീസിനെ ഉച്ചത്തിൽ തെറി വിളിച്ചു. അവസാനം ചിരിച്ചുകൊണ്ട് അവരെ ഇളിഫിലാക്കുവാനായിട്ട് മലയൂർ മമ്പട്ടിയാനാണ് തന്നെ ഇങ്ങനെ വേഷം മാറ്റി അയച്ചതെന്ന് പറഞ്ഞു. ഈ സംഭവത്തോടെ കാട്ടിലാകെ അലഞ്ഞു തിരിഞ്ഞു നടന്ന മമ്പട്ടിയാന് ആത്മവിശ്വാസം വർദ്ധിച്ചു.
ക്രമസമാധാന പാലകരെ അവൻ അവജ്ഞയോടെയാണ് കണ്ടത്. അതിനൊരു ഉദാഹരണം പറയാം. ഒറ്റ രാത്രി കൊണ്ട് പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിൽ ഒരു നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടു. അതിൽ മമ്പട്ടിയാന്റെ ഒപ്പുമുണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഇന്ന ദിവസം ആ ഗ്രാമത്തിൽ താൻ വരുമെന്നായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. കത്തു വായിച്ചതും കോൺസ്റ്റബിൾമാരെ കുത്തിക്കയറ്റിയ 2 വണ്ടികൾ മേച്ചേരി ഗ്രാമത്തിലേക്ക് പാഞ്ഞുപോയി. പക്ഷേ മമ്പട്ടിയാൻ മാത്രം വന്നില്ല. എന്നാൽ ഉച്ചഭക്ഷണ സമയത്ത് തലയിലും മുഖത്തും രോമമില്ലാത്ത, എന്തോ അപകടത്തിൽപ്പെട്ട് വലതുകണ്ണ് നഷ്ടമായ മുഖമുള്ളൊരു യാചകൻ ആ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. സ്റ്റേഷൻ വരാന്തയിൽ കുത്തിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കോൺസ്റ്റബിൾമാരോട് ആഹാരത്തിന് വേണ്ടിയിട്ട് അയാൾ യാചിച്ചു. ദയുള്ള 1-2 പേര് യാചകന് ഓരോ കൈ ചോറ് നൽകി. എന്നാൽ മറ്റുള്ളവർ അയാളെ നിർദ്ദയമായിട്ട് ചവിട്ടി പുറത്താക്കി. പിന്നീട് ഇവരിൽ ഒരാളുടെ അലുമിനിയം ടിഫിൻ കാരിയർ നഷ്ടപ്പെട്ടുവെന്ന് അവർ കണ്ടെത്തി. ആ യാചകനായിരിക്കണം അത് മോഷ്ടിച്ചതെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോവുകയാണ്. നേരം പുലർന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിലായിട്ട് കാണാതെ പോയ ടിഫിൻ കാരിയർ കിടക്കുന്നത് കണ്ടു. അതിന്റെ ഉള്ളിൽ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ആ കുറിപ്പിൽ കാരിയർ കടം വാങ്ങിയതിന് ഉടമയോട് നന്ദിയും പറഞ്ഞിരുന്നു. അതിന്റെ അടിയിൽ മമ്പട്ടിയാന്റെ ഒരു ഒപ്പും ഉണ്ടായിരുന്നു. ഇതിൽ രോഷാകുലരായിട്ടുള്ള അധികാരികൾ 300ഓളം സായുധ പോലീസുകാരെ 50 പേരടങ്ങുന്ന 6 ടീമായിട്ട് തിരിച്ചു. എന്നിട്ട് അവരെ കാട്ടിൽ അരിച്ചു പെറുക്കുവാനായിട്ട് പറഞ്ഞയച്ചു. ആ കൊള്ളക്കാരനെ കൊന്നോ അല്ലെങ്കിൽ ജീവനോടെ കൊണ്ടുവരുവാനായിരുന്നു അവർക്ക് കിട്ടിയ നിർദ്ദേശം. ടിഫിൻ കാരിയർ സംഭവത്തിന്റെ തൊട്ടു പിന്നാലെ തന്റെ തോക്കിൽ വെടിമരുന്ന് ഇല്ലായിരുന്നിട്ടും ഒരു ജമീന്ദാരുടെ വീട്ടിൽ കടന്ന് അയാളെ ഭയപ്പെടുത്തി ഒരു റൈഫിൾ അവൻ മോഷ്ടിച്ചു. പോലീസ് അയാളെ തെരഞ്ഞ് കാട്ടിൽ കയറിയപ്പോൾ മമ്പട്ടിയാൻ നേരെ പട്ടണത്തിലാണ് എത്തിയത്. പെന്നഗ്രാമിലെ ഒരു വലിയ ഗ്രാമത്തിലേക്ക് കടന്നു വന്ന അയാൾ ഒരു സഞ്ചരിക്കുന്ന സിനിമാശാലയിൽ കയറി. ഷോ പകുതിയാകും വരെ അവിടെ ഇരുന്നു. തുടർന്ന് ടിക്കറ്റ് കൗണ്ടറിലെത്തി. അന്ന് വൈകുന്നേരത്തെ എല്ലാ കളക്ഷനും എടുത്തു. കാഷ്യറെ ഭയപ്പെടുത്തി. കാഷ്യർ മമ്പട്ടിയാനോട് ഇങ്ങനെ പറഞ്ഞു: താൻ ഈ കഥ പറഞ്ഞാൽ മാനേജ്മെന്റ് വിശ്വസിക്കില്ല. പണം കൈക്കലാക്കുവാൻ വേണ്ടി മമ്പട്ടിയാന്റെ പേര് പറഞ്ഞ് താൻ തട്ടിപ്പ് നടത്തിയെന്ന് അവർ പറയും. തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുക മാത്രമല്ല, അവർ ജയിലിലും അടയ്ക്കും. കാഷ്യറുടെ ദയനീയത കണ്ട് മനസ്സലിഞ്ഞ ധീരനായ ഈ കൊള്ളക്കാരൻ പണം എടുത്തത് കാഷ്യറല്ല എന്നും താനാണെന്നും ഒരു കത്ത് വേഗത്തിൽ എഴുതി ഒപ്പിട്ടു. എന്നിട്ട് അവിടെ നിന്നും പോയി. പോകും മുൻപ് നല്ല വല്ല ആഹാരവും വാങ്ങിക്കഴിച്ചോ എന്ന് പറഞ്ഞ് മോഷ്ടിച്ച തുകയിൽ നിന്നും 5 രൂപ എടുത്ത് കാഷ്യറിന് കൊടുക്കുവാനും മറന്നില്ല. അതിന്റെ അടുത്ത ദിവസം രാവിലെ 11 മൈൽ അകലെയുള്ള ഉത്തൈമല എന്ന ഗ്രാമത്തിലെ ഏറ്റവും വലിയ കടയുടമയെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അയാളിൽ നിന്നും 63 രൂപ മമ്പട്ടിയാൻ തട്ടിയെടുത്തു. ആ സമയത്ത് അയാൾ ഒരു കറുത്ത മഫ്ലർ കഴുത്തിലും ചെവി വരെ മൂടുന്ന വിധത്തിലും ചുറ്റിക്കെട്ടിയിരുന്നു. ഒരു ഓവർകോട്ടും ധരിച്ചിരുന്നു. അതിന്റെ അടിയിൽ നിന്നുമാണ് കടയുടമയെ പേടിപ്പിക്കുവാനായിട്ട് 2 ഇരുതല മൂർച്ചയുള്ള കടാരകൾ അയാൾ പുറത്തേക്കെടുത്തത്. ഏതാണ്ട് അക്കാലത്ത് പെന്നഗ്രാമിൽ അതേ ഗ്രാമക്കാരനായിട്ടുള്ള ഒരു ജയിൽ ഗാർഡ് ഉണ്ടായിരുന്നു. സേലം നഗരത്തിലെ ജയിലിലായിരുന്നു ഈ ഗാർഡ് ജോലി നോക്കിയിരുന്നത്. ഒരു ദിവസം നിയമവിരുദ്ധമായിട്ടുള്ള എന്തോ കാര്യം ചെയ്തതിന് ഇയാളെ പിരിച്ചുവിട്ടു. അതൃപ്തിയോടെ പെന്നഗ്രാമിലെ വീട്ടിലേക്ക് മടങ്ങിയ അയാൾ മമ്പട്ടിയാൻ സമീപകാലത്ത് ചെയ്ത കവർച്ചകളെക്കുറിച്ച് അറിയുവാനിടയായി. അതോടൊപ്പം പോലീസ് അവനെ പിടിക്കുവാനായിട്ട് പാഞ്ഞു നടക്കുന്ന കാര്യങ്ങളും അയാൾ കേട്ടു. ഈ ഗാർഡിന് ഒരു ആശയം തോന്നി. തന്റെ തന്ത്രം ഉപയോഗിച്ച് ഈ കള്ളനെ കണ്ടെത്തണം, പിന്നെ അവന്റെ വിശ്വാസം നേടിയെടുക്കണം. തനിക്കത് സാധിക്കും. അതോടെ അയാൾ തിരികെ മടങ്ങിയിട്ട് അധികാരികളുമായിട്ട് ഒരു വിലപേശൽ നടത്തി. തന്നെ സേലം ജയിലിൽ പഴയ ജോലിയെ തിരികെ നിയമിക്കുകയാണെങ്കിൽ അതിനു പകരമായിട്ട് മമ്പട്ടിയാനെ താൻ അവർക്ക് കൈമാറും. അധികാരികളാകട്ടെ ജയിലറുടെ ഈ ആവശ്യം മുന്നും പിന്നും നോക്കാതെ അംഗീകരിച്ചു. അതേ തുടർന്ന് ഈ മുൻ ജയിലർ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. താൻ വളരെയേറെ ദുഃഖിതനാണെന്നും നിയമവ്യവസ്ഥയിൽ ഇനി തനിക്ക് വിശ്വാസമില്ലെന്നും അതുകൊണ്ട് മമ്പട്ടിയാന്റെ കൂടെ പ്രവർത്തിക്കുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അയാൾ പറഞ്ഞു പരത്തി. സേലം നഗരത്തിലെ സമ്പന്നരായിട്ടുള്ള ഭൂ ഉടമകളും വ്യാപാരികളും ആരൊക്കെയാണെന്ന് തനിക്കറിയാം. അവരിൽ നിന്നും എങ്ങനെ പണം തട്ടിയെടുക്കണമെന്നും തനിക്കറിയാം. ആ വിവരങ്ങൾ മമ്പട്ടിയാന് കൈമാറുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയായിരുന്നു അയാൾ പ്രചരിപ്പിച്ചത്. ഈ വാർത്ത കൃത്യസമയത്ത് മമ്പട്ടിയാന്റെ ചെവിയിലുമെത്തി. ജയിലറുടെ തന്ത്രത്തിൽ അയാൾ വീണുപോയി. ഒരു ദൂതൻ മുഖേന മമ്പട്ടിയാൻ ജയിലറുമായിട്ട് ബന്ധപ്പെട്ടു. പിറ്റേന്ന് രാത്രി 10 മണിക്ക് പെന്നഗ്രാമിൽ നിന്നും 8 മൈൽ അകലെയുള്ള പാണപ്പെട്ടിയിലെ കാലിത്തൊഴുത്തിനടുത്തുള്ള ഒരു രഹസ്യ സ്ഥലത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാമെന്നും ഇരുവരും ചേർന്ന് ഒരു ധാരണയിലെത്താമെന്നും മമ്പട്ടിയാൻ അയാളെ അറിയിച്ചു. അടുത്ത രാത്രിയിൽ താൻ മമ്പട്ടിയാനെ കണ്ടുമുട്ടുമെന്ന് ജയിലർ പെന്നഗ്രാമിലെ പോലീസിനെയും അറിയിച്ചു. ആ സമയത്ത് കൊള്ളക്കാരനെ കീഴ്പ്പെടുത്തി തനിക്ക് വിലങ്ങ് വയ്ക്കണം. അതിനു വേണ്ടിയിട്ടൊരു കൈവിലങ്ങ് നൽകുവാനായിട്ട് ജയിലർ പോലീസുകാരോട് ആവശ്യപ്പെട്ടു. അവരിത് നൽകി. കൊള്ളക്കാരനെ പിടികൂടി നൽകിയാൽ പഴയതുപോലെ സേലത്ത് ജയിലറായിട്ട് പുനർനിയമിക്കാമെന്ന് അധികാരികൾ ഉറപ്പു നൽകി. പിറ്റേന്ന് രാത്രി 10 മണിക്ക് 2 പേരും കണ്ടുമുട്ടി. സംസാരിക്കുവാനായിട്ട് ഇരുവരും നിലത്തിരുന്നു. കഷ്ടകാലത്തിന് ജയിലറുടെ അശ്രദ്ധ മൂലം ഒരു കാര്യം സംഭവിച്ചു. നിലത്തേക്കിരുന്നപ്പോൾ പോലീസ് കടം കൊടുത്ത കൈവിലങ്ങുകൾ ഒരു കല്ലിൽ മുട്ടി. ചെറിയൊരു ശബ്ദമുണ്ടായി. പക്ഷേ മമ്പട്ടിയാന്റെ മൂർച്ചയുള്ള ചെവികൾ ആ സ്വരം പിടിച്ചെടുത്തു. അയാൾക്കൊരു സംശയം തോന്നി. സഹോദര, ഇരുമ്പ് പോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ പോക്കറ്റിലുണ്ടല്ലോ, എന്താണത്?
എവിടെ നിന്നുമാണത് കിട്ടിയത്? മമ്പട്ടിയാൻ ചോദിച്ചു. ഇത് ജയിലർ മറുപടി പറയുവാനായിട്ട് പരതി. തൻ്റെ ചതി പൊളിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് ജയിലർ മമ്പട്ടിയാന്റെ മേലേക്ക് ചാടി വീണു. രണ്ടുപേരും നല്ല കരുത്തുള്ള ആളുകളായിരുന്നു. ഒരു ഭയങ്കര പോരാട്ടമാണ് പിന്നെ അവിടെ നടന്നത്. മൃഗങ്ങളെപ്പോലെ നിലത്ത് കിടന്നുരുണ്ട് മൽപ്പിടുത്തം നടത്തുമ്പോൾ ഇരുവരും യാതൊരു കരുണയും കാണിച്ചില്ല. എന്നാൽ അന്ന് വൈകുന്നേരം രണ്ടാം തവണയും നിലത്ത് കിടന്ന ആ കല്ല് മമ്പട്ടിയാനെ സഹായിച്ചു. ജയിലർ മമ്പട്ടിയാനെ മലർത്തിയിട്ട് നെഞ്ചിൽ കയറിയിരുന്ന് അയാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ചുറ്റും പരതിയ മമ്പട്ടിയുടെ വലം കൈയിൽ ആ കല്ല് തടഞ്ഞു. അടുത്ത നിമിഷം അതെടുത്ത് എതിരാളിയുടെ തലയുടെ ഒരു വശത്ത് അയാൾ ഇടിച്ചു. ഒരു നിമിഷം സ്തംഭിച്ചു പോയ ജയിലർ ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു. പിന്നെ മമ്പട്ടിയാൻ അയാളുടെ മേലേക്ക് വലിഞ്ഞു കയറി. ഒരിക്കൽ കൂടി മൽപ്പിടുത്തം പുനരാരംഭിച്ചു. പക്ഷെ അപ്പോഴേക്കും മമ്പട്ടിയാൻ തന്റെ കടാര പുറത്തേക്ക് എടുത്തിരുന്നു. ജയിലർ വീണ്ടും അള്ളിപ്പിടിക്കുവാനായിട്ട് കൈ നീട്ടിയപ്പോൾ ബ്ലേഡ് പോലെ മൂർച്ചയുള്ള കടാര മമ്പട്ടിയാൻ വീശി. ആ മനുഷ്യന്റെ 3 വിരലുകൾ വേർപെട്ടുപോയി. കൊള്ളക്കാരൻ തന്നെ കൊല്ലുമെന്ന് ജയിലർ മനസ്സിലാക്കി. അവൻ വേദനയോടെ നിലവിളിച്ചു. പിന്നെ കരുണയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. അപ്പോഴേക്കും പോലീസ് വാൻ ദൂരെ നിന്നും വരുന്ന ശബ്ദം കേട്ടു. മുറിവേറ്റ കയ്യിൽ നിന്നും ചോര ചീറ്റുന്നത് തടയുവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് വേദനയെടുത്ത് നിലത്ത് കിടന്നുരുളുന്ന ഒറ്റുകാരനെ ഉപേക്ഷിച്ചുകൊണ്ട് മമ്പട്ടിയാൻ കാടിന്റെ മറവിൽ അപ്രത്യക്ഷനായി. ഈ സംഭവത്തിന് ശേഷമാണ് മമ്പട്ടിയാൻ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുവാൻ തുടങ്ങിയത്. അയാൾ 3-4 മാസം കാട്ടിൽ ജീവിച്ചു. പിന്നെ കാടിറങ്ങി വന്ന് ധർമ്മപുരി, കൃഷ്ണഗിരി തുടങ്ങിയ പട്ടണങ്ങളിലെ കടകളെയും അവിടെയുള്ള ഏതാനും ആളുകളെയും ചെറിയ തോതിൽ കൊള്ളയടിച്ചു. ഇതിനിടയിൽ ധർമ്മപുരിയിൽ നിന്നും 3 മൈൽ അകലെയുള്ള ഒരു കാറിന്റെ ഉടമയിൽ നിന്നും ഒരു ജോഡി ബൈനോക്കുലറുകളും മോഷ്ടിച്ചു. പിന്നെ മമ്പട്ടിയാൻ തന്റെ പഴയ വാസസ്ഥലത്തേക്ക് തിരിച്ചു വന്ന രീതി പോലും വളരെ നാടകീയമായിരുന്നു. ജില്ലയിലെ പോലീസ് സൂപ്രണ്ടും കുടുംബവും ഒരു ഞായറാഴ്ച പിക്നിക്കിന് വന്നു. കുളിക്കുവാനായിട്ട് അവർ തിരഞ്ഞെടുത്തത് കാവേരി നദിയിലെ ഹൊഗനക്കൽ വെള്ളച്ചാട്ടമാണ്. അവർ വെള്ളച്ചാട്ടത്തിന്റെ താഴേക്കിറങ്ങി. അവർ വന്ന ജീപ്പ് ആകട്ടെ അവരിൽ നിന്നും കേവലം 100 വാരകൾ മാത്രം അകലെയായിരുന്നു. കുളിയെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഉച്ചഭക്ഷണവും കഴിച്ച് വാഹനത്തിൽ തിരിച്ചെത്തിയപ്പോൾ ജീപ്പിൽ വെച്ചിരുന്ന ക്യാമറ മോഷണം പോയിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തി. മാത്രവുമല്ല, ജീപ്പിന്റെ ചാര നിറത്തിലുള്ള പെയിന്റിൽ 5ഓളം സ്ഥലങ്ങളിൽ ചോക്കുകൊണ്ട് ഈ വാക്കുകൾ എഴുതിയിരുന്നു: മമ്പട്ടിയാൻ, കൊള്ളക്കാരുടെ രാജാവ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെ മമ്പട്ടിയാനെക്കുറിച്ചും അവന്റെ മോഷണത്തെക്കുറിച്ചും ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. അവന്റെ ജീവിത ചരിത്രത്തിലെ ആദ്യകാല സംഭവങ്ങൾ എന്നിൽ വലിയ സഹതാപം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അവന്റെ കാമാസക്തമായിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ചും അവൻ ചെയ്ത മോഷണങ്ങളെക്കുറിച്ചും പിന്നീട് അറിഞ്ഞപ്പോൾ അതെല്ലാം ഒരു പരിധിവരെ അപ്രത്യക്ഷമായി. അപ്പോൾ മുതൽ ഞാൻ അവനെ ഒരു തെമ്മാടിയായിട്ടാണ് പരിഗണിച്ചത്. എന്നാൽ അവന്റെ ധൈര്യവും നർമ്മബോധവും ധീരതയും ഏതാനും പോലീസുകാരിൽ നിന്ന് ഞാൻ ഒരു ദിവസം കേട്ടു. അപ്പോൾ മുതൽ ഈ പ്രത്യേക വ്യക്തിയോട് എനിക്ക് വലിയൊരു താല്പര്യം തോന്നി. അയാളെ നേരിൽ കാണുവാനുള്ള വലിയൊരു ആഗ്രഹം എന്നിൽ ഉളവെടുത്തുവെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഒരു ദിവസം ഞാൻ ഹൊഗനക്കല്ലിലേക്ക് മത്സ്യബന്ധനത്തിന് വേണ്ടി എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടവുമായിട്ട് വന്നു. സാധാരണഗതിയിൽ ശാന്തമായിട്ട് കാണപ്പെടുന്ന ആ ഗ്രാമത്തിൽ അന്ന് വളരെയേറെ ഉത്സാഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. അതിനൊരു കാരണമുണ്ടായിരുന്നു. മമ്പട്ടിയാൻ ഹൊഗനക്കല്ലിൽ എത്തിയിരുന്നു. അയാൾ വീണ്ടും വളരെ നാടകീയമായിട്ട് ഉദ്യോഗസ്ഥരെ കൊള്ളയടിച്ചു. അതിൻ്റെ സന്തോഷമാണ് ഗ്രാമീണരിൽ കണ്ടത്. ഈ സമയത്ത് മദ്രാസ് സംസ്ഥാന സർക്കാർ നിയമിച്ച ഒരു എഞ്ചിനീയർ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ ഒരു പര്യവേഷണം നടത്തുന്നുണ്ടായിരുന്നു. നദിക്ക് കുറുകെ ഒരു അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള സാധ്യത കണ്ടെത്തുവാനാണ് സർക്കാർ അയാളെ നിയോഗിച്ചത്. കൂടാതെ എല്ലാത്തരം സർവേ ജോലികളും പുരോഗമിച്ചുകൊണ്ടിരുന്നു. നദിയിൽ നിന്നും 1 മൈൽ മുകളിലാണ് അണക്കെട്ട് നിർമ്മിക്കുവാനായിട്ട് നിശ്ചയിച്ചത്. അവിടെ അവർ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ടാക്കി. 100-ലധികം തൊഴിലാളികൾ അവിടേക്ക് റോഡ് പണിയുവാനും കുഴികൾ കുഴിക്കുവാനും സർവേ ജോലികളിൽ അധികാരികളെ സഹായിക്കുവാനും നിയോഗിക്കപ്പെട്ടിരുന്നു. എഞ്ചിനീയർക്കും പരിവാരങ്ങൾക്കും താമസിക്കുവാനായിട്ട് ഒരു ഷെഡ് പ്രത്യേകമായിട്ട് നിർമ്മിച്ചിരുന്നു. കൂടാതെ ഒരു ശമ്പള കേന്ദ്രവും സ്ഥാപിച്ചു. ആഴ്ചയുടെ അവസാന ദിവസം ജോലിക്കാർക്ക് കൂലി കൊടുക്കുവാനായിട്ട് ഒരു ക്ലർക്കിനെയും നിയമിച്ചിരുന്നു. ആഴ്ചവട്ടം അവസാനിക്കുന്നതിനും 2 ദിവസം മുൻപ് മമ്പട്ടിയാൻ ഈ ക്ലർക്കിൽ നിന്നും ആ ആഴ്ചയുടെ അവസാനം പണിക്കാർക്ക് കൊടുക്കുവാനുള്ള പണം മോഷ്ടിച്ചു. അത് 350 രൂപയോളം വരും. പിന്നെ ആ പണം ആ ആഴ്ചയിലെ മുഴുവൻ ശമ്പളമായിട്ട് ഒരു അണ പോലും കുറയാതെ പണിക്കാർക്ക് വീതം വെച്ചു കൊടുത്തു. അതിൽ ഒരു തൃപ്തി വരാത്തത് കൊണ്ടായിരിക്കണം 1 മൈൽ അകലെയുള്ള അയൽഗ്രാമമായിട്ടുള്ള ഉത്തൈ മലയിലേക്കാണ് അയാൾ പിന്നെ പോയത്. അവിടെ ഫിഷറീസ് ഇൻസ്പെക്ടർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ വാതിലിൽ മമ്പട്ടിയാൻ തട്ടി. താനൊരു ഫോറസ്റ്റ് ഗാർഡ് ആണെന്നും മീൻപിടുത്തക്കാർ നദിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഇൻസ്പെക്ടർ വേഗം വാതിൽ തുറന്നു. മമ്പട്ടിയാൻ പെട്ടെന്ന് വീടിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി. പിന്നെ വാതിലടച്ചു. തുടർന്ന് പതിവ് പോലെ ഇരുതല മൂർച്ചയുള്ള കടാരകൾ എളിയിൽ നിന്ന് മൂരിയെടുത്ത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. ഭാഗ്യത്തിന് ആ സമയത്ത് അയാളുടെ വീട്ടിൽ 51 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ഫിഷറീസ് ഇൻസ്പെക്ടർ ഈ കൊള്ളക്കാരന് കൊടുത്തു. ഞാൻ പിന്നീട് ആ ഫിഷറീസ് ഇൻസ്പെക്ടറെയും അതിനുശേഷം എഞ്ചിനീയറെയും ക്ലർക്കിനെയും നേരിൽ കണ്ടു. അവർ ഞാൻ കേട്ട കഥകളെല്ലാം സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. എങ്കിലും ഈ കൊള്ളക്കാരന്റെ പ്രവൃത്തികളെക്കാളും ഉപരിയായിട്ട് അവിടെ നിർമ്മിക്കുവാനായിട്ട് പോകുന്ന അണക്കെട്ടിനെക്കുറിച്ചായിരുന്നു ആ നിമിഷത്തിലും എൻ്റെ ആശങ്ക. ഇവിടെ ഒരു അണക്കെട്ട് വരികയാണെങ്കിൽ
അതിന്റെ അർത്ഥം ആയിരക്കണക്കിന് ഏക്കർ കാടുകൾ വെള്ളത്തിന്റെ അടിയിലാകുമെന്നാണ്. അനവധി ഹെക്ടർ വനം നശിക്കും. അണക്കെട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ജീവനക്കാർക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും ക്വാർട്ടേഴ്സുകളും ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കും. അതോടെ 20 വർഷത്തിന് മുൻപ് ഞാൻ പണിതതും എന്റെ ഉടമസ്ഥതയിൽ ഉള്ളതുമായ ഒരു ചെറിയ കുടി ഉൾപ്പെടെ ഉത്തൈ മലയിലെ മുഴുവൻ ഗ്രാമവും വെള്ളത്തിന്റെ അടിയിൽ സമാധിയാവും. ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എഞ്ചിനീയറോട് ചോദിച്ചു. അദ്ദേഹം എന്നെ ജീപ്പിൽ കയറ്റി നിർമ്മാണം എവിടെയാണ് തുടങ്ങുന്നത് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചു. ആദ്യം ഒരു സർവീസ് റൈഫിൾ എന്ന് ഞാൻ വിചാരിച്ച തോക്കും ചുമന്നുകൊണ്ട് മൂന്നാമത് ഒരാൾ കൂടി ജീപ്പിൽ കയറി. അവൻ തലയിലൊന്നും ധരിച്ചിരുന്നില്ല. അരയിൽ വെളുത്ത ധോത്തിയും അതിനു മുകളിലായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു കാക്കി ഷർട്ടും ഉണ്ടായിരുന്നു. വലിയ ആർമി ബൂട്ടുകൾ സോക്സ് ഇല്ലാതെ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഈ ആയുധധാരി ആരാണെന്ന് ഞാൻ ആ എഞ്ചിനീയറോട് ചോദിച്ചു. താൻ കാട്ടിലേക്ക് പോകുമ്പോഴെല്ലാം തന്നെ അനുഗമിക്കുവാനായിട്ട് സർക്കാർ ഏർപ്പെടുത്തിയ ഒരു പോലീസുകാരനാണ് അയാളെന്ന് ഈ എഞ്ചിനീയർ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. മമ്പട്ടി വായന്റെ ആക്രമണത്തിന് എതിരായിട്ടുള്ള ഒരു മുൻകരുതലായിരുന്നു അത്. ഈ എഞ്ചിനീയറെ കൊള്ളക്കാരൻ പിടിക്കുവാനായിട്ട് ഇടയായാൽ മോചന ദ്രവ്യത്തിന് വേണ്ടിയിട്ട് അയാളെ പിടിച്ചു വയ്ക്കുമെന്ന് അധികാരികൾ കണക്ക് കൂട്ടിയിരുന്നു. എങ്കിലും ഈ എഞ്ചിനീയർ ആ സാഹചര്യത്തെ നന്നായിട്ട് ആസ്വദിക്കുന്നത് പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അധികം താമസിയാതെ ഞങ്ങൾ ഡാം പണിയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. വാഹനത്തിൽ നിന്നും ഇറങ്ങി ഒരുമിച്ച് നദിയുടെ തീരം വഴി നടന്നു. സായുധനായ ആ പോലീസുകാരൻ തന്റെ വലിയ ബൂട്ടുകൾ കൊണ്ട് നദിയിലെ കല്ലുകൾക്ക് മുകളിൽ തട്ടി ശബ്ദമുണ്ടാക്കിയും ചിലപ്പോഴൊക്കെ നദീതീരത്തെ മൃദുവായിട്ടുള്ള മണലിലൂടെ കാലുകൾ വലിച്ചിഴച്ചോ ഞങ്ങളുടെ തൊട്ടു പിന്നാലെയുണ്ട്. എഞ്ചിനീയർക്ക് നേരെ കണ്ണൊന്ന് ഇറുക്കി കാണിച്ച് ഞാൻ ഈ പോലീസുകാരനോട് ഒരു സംഭാഷണം ആരംഭിച്ചു. മമ്പട്ടി വായനെക്കുറിച്ചാണ് ചോദിച്ചത്. അയാൾ അത് കേട്ടതും അടക്കി പിടിച്ച വികാരത്തോടെ ഉടനടി ഒരു മറുപടി നൽകി. അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിലും അധികാരികളെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. മമ്പട്ടി ആനെ പോലെ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ എഞ്ചിനീയറെ പോലെയുള്ള ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കുവാനായിട്ട് തന്റെ കയ്യിൽ നിലവാരമില്ലാത്ത ഈ തോക്കവർ തന്നുവിട്ടത് എന്ത് വിചാരിച്ചാണെന്ന് തനിക്കറിയില്ലെന്ന് അയാൾ പറഞ്ഞു. ഈ റൈഫിളിന് എന്താണ് കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചു. ആ പോലീസുകാരൻ അവജ്ഞയോടെ നിലത്തേക്കൊന്ന് കാറി തുപ്പി. എന്നിട്ട് തോളിൽ നിന്നും ആ തോക്കെടുത്ത് വെറുപ്പോടെ എന്റെ നേരെ നീട്ടി. ഇതൊരു റൈഫിളേ അല്ല, റൈഫിൾ പോലെ തോന്നും വിധമുണ്ടാക്കിയ ഒരു സാധാരണ തോക്ക് മാത്രമാണ്. ഞാൻ ആ ആയുധം വാങ്ങി നോക്കി. .303 സർവീസ് റൈഫിൾ പോലെ തോന്നിപ്പിക്കും വിധം തടികൊണ്ടുള്ള കേസിംഗ് കൊടുത്ത വെറും ഒരു 410 ഷോട്ട് ഗൺ മാത്രമായിരുന്നു അത്. ഇത് കണ്ട് ഞാൻ അമ്പരന്നു. ആ സമയത്ത് ആ പോലീസുകാരൻ തന്റെ ബെൽറ്റിലുള്ള ലെതർ ബാഗ് തുറന്ന് അതിനുപയോഗിക്കുന്ന 10 വെടിയുണ്ടകൾ എന്നെ കാണിച്ചു. അത് കേവലം .410 വെടിയുണ്ടകൾ മാത്രമായിരുന്നു. ഈ കളിത്തോക്കുകൊണ്ട് ഞാൻ ഈ മഹാനെ സംരക്ഷിക്കണമെന്നും ഉന്നം പിഴയ്ക്കാത്തവനെന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന മമ്പട്ടിയാനെ ഞാൻ പിടികൂടണമെന്നും ഈ സർക്കാർ വിചാരിക്കുന്നു. അയാൾ അരിശത്തോടെ പറഞ്ഞു. ഈ റൗണ്ടുകൾ 50 വാരയിൽ കൂടുതൽ പോകില്ല. കേവലം 60 വാര അകലെയുള്ളൊരു പാറയിൽ കുന്തിച്ചിരുന്ന് മമ്പട്ടിക്ക് എന്നെ നോക്കിയിട്ട് ചിരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് കഴിയില്ല. അവിടെ ഇരുന്നു കൊണ്ട് ആ കള്ളന് എന്നെയും എഞ്ചിനീയർ സാഹിബിനെയും ഒരരിപ്പ് പോലെ വെടിവെച്ച് തുളയ്ക്കാം. ഇത്രയും പറഞ്ഞിട്ട് അയാൾ ബാഹ്തു എന്ന് വീണ്ടും നീട്ടിത്തുപ്പി. ഗൗരവമുള്ള മുഖഭാവത്തോടെ ഞാൻ വീണ്ടും ചോദിച്ചു, എൻ്റെ സുഹൃത്തെ, പൊടുന്നനെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു പാറയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെയോ പിന്നിൽ നിന്നും ഈ കക്ഷി പ്രത്യക്ഷപ്പെടുകയാണെന്ന് കരുതുക. നിങ്ങളപ്പോൾ എന്തു ചെയ്യും? ഒരു ഞെട്ടലോടെ ആ പോലീസുകാരൻ തല ഉയർത്തി. പിന്നെ ഭയത്തോടെ 75 വാര അകലെയായിട്ട് കാണുന്ന വലിയ പാറയിലേക്കും പിന്നെ അതിനും അപ്പുറമുള്ള മരങ്ങൾക്കിടയിലേക്കും നോക്കി. സകല ആത്മവിശ്വാസവും തകർന്ന് സംഭീതനായ അവൻ ഞങ്ങൾ രണ്ടുപേരോടും ഇങ്ങനെ പറഞ്ഞു. സാർ, ഞാനൊരു കുടുംബനാഥനാണ്. എനിക്ക് ഭാര്യയും 6 കുട്ടികളുമുണ്ട്. ഇളയതാകട്ടെ വെറും കുഞ്ഞാണ്. ഈ തെണ്ടി എന്നെ കൊല്ലുകയാണെങ്കിൽ ആരാണ് അവർക്ക് ആഹാരം കൊടുക്കുക? എന്നോട് ക്ഷമിക്കണം സാർ. ഈ നിമിഷം അവൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഈ കളിത്തോക്കും വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോവും. അപ്പോഴാണ് താനിപ്പോൾ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നുവെന്നും വളരെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയാണെന്നും അവൻ തിരിച്ചറിഞ്ഞത്. അവൻ്റെ നാണക്കേട് കുറയ്ക്കുവാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചിരിച്ചു. ഞാൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു, നാട്ടുകാരോട് പറയണം, ആൻഡേഴ്സൺ ദൊരൈ ഒരു ദിവസം അവനെ കാണുവാനായിട്ട് വളരെയേറെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അവർ മമ്പട്ടിയാനെ കാര്യങ്ങൾ അറിയിച്ചുകൊള്ളും. ഈ സംഭവം നടന്ന് 3-4 മാസങ്ങൾ കടന്നുപോയി. ഹൊഗനക്കല്ലിൽ ഈ നദി കാവേരി നദിയുമായിട്ട് ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നും 1 ഡസൻ മൈൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ചിനാർ നദിയുടെ തീരത്തുള്ള എൻ്റെ 12 ഏക്കർ സ്ഥലത്ത് വരാം. അവിടെ കുറച്ച് ദിവസം ക്യാമ്പ് ചെയ്യുവാനായിട്ട് എനിക്കൊരാഗ്രഹം തോന്നി. ആ കാലഘട്ടത്തിൽ എൻ്റെ പഴയ സുഹൃത്തും ശിക്കാരിയും ഞാൻ മറ്റു കഥകളിൽ പറഞ്ഞിട്ടുള്ളവരുമായിട്ടുള്ള രംഗയെ ഈ മണ്ണിൽ ജീവിക്കുവാനും കൃഷി ചെയ്ത് വിളവെടുക്കുവാനും ഞാൻ അനുവാദം കൊടുത്തിരുന്നു. എന്നാൽ അന്നേ ദിവസം പതിവിന് വിപരീതമായിട്ട് രംഗ കൃഷിഭൂമിയുടെ കോണിൽ സ്ഥാപിച്ച അവൻ്റെ കുടിലിൽ അവനോടൊപ്പം തങ്ങുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു. സാധാരണയായിട്ട് ഞാൻ എൻ്റെ കൂടാരം പറമ്പിൻ്റെ മറ്റൊരു വശത്താണ് അടിക്കാറുള്ളത്. അപ്പോൾ രംഗ എന്നോട് പറയുകയാണ്, കാര്യം എന്താണെന്നാൽ ഒരു ചീത്ത ആന ഇതുവഴിക്ക് കറങ്ങി നടക്കുന്നുണ്ട് ദുരൈ. അത് ചിലപ്പോൾ രാത്രിയിലാവാം കറങ്ങി ഇവിടെ എത്തുക. നിങ്ങളുടെ കൂടാരം അത് കാണുകയാണെങ്കിൽ
നിങ്ങൾ ഉണരും മുൻപ് അത് നിങ്ങളെ ചവിട്ടി മെതിച്ചേക്കാം. അവൻ വേവലാതിയോടെ പറഞ്ഞു. ചീത്ത ആനയോ? ഒറ്റയാനാണോ? ഞാൻ ചോദിച്ചു. വനംവകുപ്പ് ഇത്തരമൊരു ജീവിയെക്കുറിച്ച് എന്നോട് അതുവരെയും പറഞ്ഞിട്ടില്ല. അതൊരു മത്തി വേനൽക്കാലമായിരുന്നു. വനമെല്ലാം വരണ്ടുണങ്ങിക്കിടക്കുന്നു. ചിനാർ നദിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള സമയത്ത് ഒരു ആനയെ ആ പരിസരത്ത് വളരെ അപൂർവമായിട്ടേ കാണുവാൻ കഴിയൂ. ഈ സമയത്ത് കാവേരി നദിയുടെ തീരത്താണ് ആനകൾ നിലകൊള്ളുക. കിലോമീറ്ററുകളോളം വെള്ളമുള്ള ഒരേ ഒരു സ്ഥലവും അതായിരുന്നു. നിനക്കുറപ്പുണ്ടോ? ഞാൻ വീണ്ടും ചോദിച്ചു. ആ സമയത്ത് എൻ്റെ സ്വരത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. രംഗയാകട്ടെ എൻ്റെ നോട്ടം ഒഴിവാക്കുവാനായിട്ട് ശ്രമിച്ചു. അവൻ ഒരു വശത്തേക്ക് തല തിരിച്ചു. പിന്നെ അവൻ മന്ത്രിക്കും പോലെ എന്നോട് പറഞ്ഞു, മമ്പട്ടിയാൻ ഇവിടെയുണ്ട്. ഇന്നലെ രാത്രിയിൽ നിലാവെളിച്ചത്തിൽ അവൻ എൻ്റെ കുടിലിൽ വന്ന് എന്നോട് സംസാരിച്ചതാണ്. അവനെ എനിക്ക് പരിചയമുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം താമസിച്ചാൽ നിങ്ങളെ ഉപദ്രവിക്കില്ല. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ആർക്കറിയാം, അവൻ നിങ്ങളെ കൊള്ളയടിച്ചേക്കാം. ചിലപ്പോൾ കൊന്നുവെന്നും വരാം. ആർക്ക് എന്തു സംഭവിക്കുമെന്ന് പറയുവാൻ കഴിയില്ല. ഇത് വലിയ അതിശയമാണല്ലോ. ഞാൻ വളരെ ആഹ്ലാദത്തോടെ പറഞ്ഞു. എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് കാണണമെന്ന് ഏറെ നാളായിട്ട് ആഗ്രഹമുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം രംഗ. നീ പോയിട്ട് അവനോട് ഇന്ന് രാത്രി എൻ്റെ ടെൻറ്റിലേക്ക് വരുവാനായിട്ട് പറയുക. അവനോട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് രംഗ വലിയ അമ്പരപ്പും പിന്നെ ദേഷ്യവും നടിച്ചു. ഞാൻ എന്തിനത് ചെയ്യണം? അവൻ ചോദിച്ചു. ഞാനെന്താ ഒരു കൊള്ളക്കാരൻ്റെ കൂട്ടുകാരനാണോ? നീ അതുതന്നെയാണ്, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ പേടിക്കേണ്ട രംഗ, ഞാൻ ആരോടും ഒന്നും പറയില്ല. പിന്നീട് ഞാൻ സാധാരണയായിട്ട് ക്യാമ്പ് ചെയ്യുന്ന കൃഷിഭൂമിയുടെ മൂലയിലായിട്ട് എനിക്ക് വേണ്ടിയിട്ട് കൂടാരം അടിച്ചു. അന്ന് രാത്രിയിൽ ഏകദേശം 10 മണി വരെ ക്യാമ്പ് ഫയറിനടുത്ത് ഞാൻ രംഗയുമായിട്ട് ദീർഘനേരം സംസാരിച്ചു. പിന്നെ ഇരുവരും പിരിഞ്ഞു. അവൻ സ്ഥലത്തിന്റെ മറ്റേ അറ്റത്തുള്ള തന്റെ കുടിലിലേക്ക് നടന്നു. ആ രാത്രിയിൽ ടെന്റിന്റെ ഉള്ളിൽ വിളക്ക് കത്തിച്ചു വെച്ചിരുന്നില്ല. കാരണം അത് കൊതുകുകളെ ആകർഷിക്കും. മാത്രവുമല്ല, ആ പ്രദേശത്ത് ധാരാളം കൊതുകുകളും ഉണ്ടായിരുന്നു. അന്ന് നല്ല തെളിഞ്ഞ ചന്ദ്രപ്രകാശം ഉണ്ടായിരുന്നു. പരിസരമെല്ലാം പകൽ പോലെ വ്യക്തമായിട്ട് കാണാം. എന്നിൽ നിന്നും ഏകദേശം 1/4 മൈൽ ദൂരെയായിട്ട് മരങ്ങളുടെ കനത്ത നിരകൾ കാണപ്പെട്ടു. ആ തഴച്ചു വളർന്ന കാന്താര പ്രദേശം ചിനാർ നദിയുടെ ഗതിയെ അടയാളപ്പെടുത്തി. ആ കൊള്ളക്കാരനെ ഓർത്തുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് ഞാൻ ഉണർന്നത്. ഒരു ശബ്ദവുമല്ല എന്നെ ഉണർത്തിയതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അവിടെ തനിച്ചല്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഞാൻ ടെന്റിന്റെ പുറത്തേക്ക് നോക്കി. അപ്പോഴൊരു കാഴ്ച കണ്ടു. നിലാവിന്റെ വെളിച്ചത്തിൽ തല മുതൽ കാൽ വരെ തിളങ്ങുന്നൊരു മനുഷ്യന്റെ രൂപം എൻ്റെ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ നിൽക്കുന്നുണ്ട്. ഇരു കൈകളും കൊണ്ട് അരയുടെ ലെവലിൽ അയാൾ ഒരു തോക്ക് പിടിച്ചിട്ടുണ്ട്. ആ ആയുധം എൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. ഒരു കാക്കി ഷർട്ട്, ഒരു ജോഡി മുഷിഞ്ഞ മുറിപ്പാൻറ്റിന് മുകളിലായിട്ട് ഞാന്ന് കിടക്കുന്നു. ആ മനുഷ്യന്റെ ബെൽറ്റിന്റെ ഇരുവശത്തുമായിട്ട് നീളമുള്ള 2 കടാരകൾ തൂങ്ങിക്കിടക്കുന്നു. ഒരു തോളിൽ നിന്നും കുറുകെ ഒരു കാർട്രിഡ്ജ് ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. ആ കാർട്രിഡ്ജ് ബെൽറ്റിൽ നിന്നും .12 ഗേജ് റൗണ്ടുകളുടെ പിച്ചളത്തലകൾ ചന്ദ്രപ്രകാശത്തിൽ മിന്നിത്തിളങ്ങി. മറ്റേ തോളിലാവട്ടെ ഒരു ജോഡി ബൈനോക്കുലർ തൂങ്ങിക്കിടക്കുന്നു. തലപ്പാവ് പോലെ ഒരു സ്കാർഫ് അവൻ തലയിൽ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടു, അവന്റെ നെറ്റിയുടെ മുകളിലേക്ക് നീളുന്ന ചുരുണ്ട വലിയ കറുത്ത മീശ. ബ്രൗൺ നിറമുള്ള റബ്ബർ സോളുള്ള ഷൂസാണ് അവൻ ധരിച്ചിരുന്നത്. ഇതൊരു സ്വപ്നമായിരിക്കുമോ? ഞാൻ കണ്ണടച്ച് പിന്നെ കണ്ണു തിരുമിയിട്ട് നോക്കിയെങ്കിലും അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സമയം അപ്പോൾ കൃത്യം രാത്രി 2 മണിയായെന്ന് എൻ്റെ വാച്ച് കാണിച്ചു. ഞാൻ എഴുന്നേറ്റിരുന്നു. പിന്നെ സന്തോഷത്തോടെ സംസാരിച്ചു. സ്വാഗതം മമ്പട്ടിയാൻ. ഒരുപാട് നാളായിട്ട് നിന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് സംസാരിക്കുവാനുള്ള സമയമല്ല വെള്ളക്കാരാ. ഞാൻ വന്നിരിക്കുന്നത് ബിസിനസ്സിനാണ്. ക്രൂരമായ സ്വരത്തിൽ നിർദ്ദയമായിട്ട് അവൻ മറുപടി പറഞ്ഞു. ഓടുവാനോ നിലവിളിക്കുവാനോ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ കൊല്ലും. നിന്റെ കൂടാരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് ഇവിടെ ഈ നിലാവിൽ നിൽക്കൂ. അവിടെ നീ നിൽക്കുമ്പോൾ ഞാൻ നിന്റെ റൈഫിളും തോക്കും പണവും ശേഖരിക്കുമ്പോൾ എനിക്ക് നിന്നെ നിരീക്ഷിക്കുവാനാവും. എനിക്കത് 3ഉം വേണം. ഞാൻ വളരെയേറെ നിരാശനായി. ഈ കക്ഷിയെ കണ്ടുമുട്ടുവാനായിട്ട് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആദ്യ സമാഗമം അത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. പണവും തോക്കും അയാൾ മാന്യമായിട്ട് എന്നോട് ചോദിക്കുകയായിരുന്നെങ്കിൽ ഞാനത് അയാൾക്ക് കൊടുത്തേനെ. ഞാൻ ഇരുന്ന ഇടത്തു നിന്നും മാറിയില്ല. കർക്കശമായിട്ട് മറുപടി പറഞ്ഞു. മമ്പട്ടിയാൻ, നിന്നെ കാണുവാനും ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിന്നോട് സംസാരിക്കുവാനും ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിന്റെ മോഷണങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവയിൽ ചിലതെല്ലാം എനിക്കിഷ്ടമായി. പക്ഷെ എല്ലാമല്ല, ഏറ്റവും കുറഞ്ഞ പക്ഷം നീ ഒരു ധൈര്യശാലിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇതാ ഇപ്പോൾ ഞാൻ നിരാശനാണ്, വളരെയേറെ നിരാശനാണ്. കാരണം നീ ഒരു ഭീരുവും പൊങ്ങച്ചക്കാരനും ഒരു വഞ്ചകനുമാണ്. ആ മനുഷ്യന് വികാര വിക്ഷോഭം മൂലം വാക്കുകൾ മുട്ടി. വെള്ളക്കാരാ, നീ എന്നെ അധികം പ്രകോപിപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ അവൻ ദേഷ്യത്തോടെ ചീറി. നോക്കൂ മമ്പട്ടിയാൻ, ഞാൻ അവൻ്റെ സംസാരത്തെ ശക്തമായിട്ട് തടസ്സപ്പെടുത്തി. പക്ഷെ ആ സമയത്തും എൻ്റെ ഉള്ളിൽ വലിയ പരിഭ്രമമുണ്ടായിരുന്നു. നിനക്ക് അതിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് കഴിയില്ല. അത് നിനക്കറിയാം. നീ നിന്നെ തന്നെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് എനിക്കും അറിയാം. നീ എന്നെ വെടിവയ്ക്കുവാനായിട്ട് ധൈര്യപ്പെടില്ല. മാത്രവുമല്ല, നിന്റെ തലയുടെ വില വളരെ ഉയർന്നതാണ്.
കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ട് നീ ഒരു വെള്ളക്കാരനെ കൊലപ്പെടുത്തിയാൽ ഗവൺമെന്റ് നിനക്കെതിരെ ശക്തമായിട്ട് നീങ്ങും. അവർ പൾട്ടൻ വാലകളെ, അതായത് പട്ടാളക്കാരെ ഇങ്ങോട്ടേക്ക് അയക്കും. ഒരു കുറുക്കനെ പോലെ നിന്നെ പുറത്തെത്തിക്കും വരെ അവർ കാടിന്റെ എല്ലാ കോണുകളും അരിച്ചു പെറുക്കും. അവസാനം അവർ വളഞ്ഞ് ഒരു എലിയെ പോലെ നിന്നെ കൊല്ലും. നിന്റെ ഒരു സുഹൃത്താകുവാൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നിന്നെ കണ്ടുമുട്ടുവാനായിട്ട് ഞാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നോക്കൂ, എന്തൊരു ദയനീയമായിട്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ അവസാനിച്ചത്. അതൊരു പോക്കർ ഗെയിം, അതായത് ഒരുതരം ചീട്ടുകളിയായിരുന്നു. എൻ്റെ ഭാഗത്തോ അവൻ്റെ ഭാഗത്തോ വിജയമുണ്ടാവാം. ആ സമയത്തും ഭയം എൻ്റെ ഹൃദയത്തെ പിടികൂടിയിരുന്നു. ഈ മനുഷ്യൻ ഇതിനോടകം പലരെയും കൊന്നിട്ടുണ്ട്. അവൻ എന്നെ ഒരു പട്ടിയെ വെടിവെച്ച് കൊല്ലും പോലെ വെടിവെക്കുമോ? അതുമല്ലെങ്കിൽ വലിയ കത്തി ഉപയോഗിച്ച് എന്നെ കണ്ടം തുണ്ടം വെട്ടി കൊലപ്പെടുത്തുമോ? ഈ ചിന്തകൾ എന്നിൽ നിറഞ്ഞു. അസാമാന്യമായ ആരോഗ്യമുള്ള ആളാണ് അവനെന്ന് എനിക്ക് മനസ്സിലാക്കുവാനും സാധിച്ചു. ഞാൻ അവനെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് അയാൾക്ക് വ്യക്തമായിട്ടും അറിയാമായിരുന്നു. പക്ഷേ അവൻ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം അന്താളിച്ചുവെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ അവൻ എന്നെ കടത്തിവെട്ടി. കാരണം ഞാൻ അവനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് അവന് നല്ല ഉറപ്പുണ്ടെന്ന് എനിക്കും ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് നടന്ന അവൻ്റെ പ്രവർത്തനങ്ങളും അത് സ്ഥിരീകരിച്ചു. മമ്പട്ടിയാൻ തൻ്റെ തോക്കിൻ്റെ ബട്ട് നിലത്ത് കുത്തി. പിന്നെ ആ ആയുധത്തിൽ ചാരി നിന്നു. പിന്നെ അല്പം മാറിയ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദൊരൈ, നീ ഒരു വിചിത്ര മനുഷ്യനാണ്. എന്നോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കാത്ത ആദ്യത്തെ ആളുമാണ് നീ. എൻ്റെ അതേ ചിന്താഗതികളും കാഴ്ചപ്പാടുകളുമുള്ള ഒരു മനുഷ്യൻ. എന്നെ അറസ്റ്റ് ചെയ്യുവാനോ ഉപദ്രവിക്കുവാനോ നിങ്ങൾ ശ്രമിക്കില്ല എന്ന് വാഗ്ദാനം തരുമോ? ഇന്ന് രാത്രി നമ്മൾ കണ്ടുമുട്ടിയ കാര്യം ആരോടും പറയില്ല എന്നും വാഗ്ദാനം തരണം. നമ്മുടെ സുഹൃത്തായ രംഗയോട് പോലും ഈ കാര്യം പറയരുത്. മമ്പട്ടിയാൻ, ഞാൻ ഉറപ്പു തരുന്നു. ഞാൻ ആശ്വാസത്തോടെ പറഞ്ഞു. പിന്നെ എഴുന്നേറ്റ് ചന്ദ്രപ്രകാശത്തിലേക്ക് നടന്നു. നമുക്കതിനു വേണ്ടിയിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യാം, ഞാൻ പറഞ്ഞു. മമ്പട്ടിയാൻ തൻ്റെ തോക്ക് നിലത്ത് വെച്ചു. പിന്നെ വളരെ ഗൗരവത്തോടെ ഞങ്ങൾ പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്തു. ആ ദൃശ്യം മറ്റൊരാൾ കാണുകയാണെങ്കിൽ അതൊരു വിചിത്രമായിട്ടുള്ള കാഴ്ചയായിരിക്കും. അസാധാരണമായ വിധത്തിൽ വേഗത്തിൽ മിടിക്കുന്ന ഹൃദയവുമായിട്ട് നീലയും വെള്ളയും കലർന്ന പൈജാമ ധരിച്ചൊരു വെള്ളക്കാരനും ക്രൂരനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനും അനേകം കൊലകൾ ചെയ്ത ഒരുവനും വനമധ്യത്തിൽ വെച്ച് ശക്തമായിട്ട് കൈകൊലുക്കുന്നു. ഞങ്ങൾ ആ നിലത്ത് കുത്തിയിരുന്ന് സംസാരിച്ചു. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു പാവമാണെന്ന് എനിക്ക് തോന്നി. അയാളോട് സ്വതന്ത്രമായിട്ട് സംസാരിക്കുവാനും അവന്റെ ഹൃദയം കാണുവാനും കഴിയുന്ന ഒരാളുടെ സഹവാസം അവൻ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് ആദ്യം മുതലേ വ്യക്തമായിരുന്നു. അവൻ തൻ്റെ ജീവിതത്തിലെ മുഴുവൻ കഥയും എല്ലാ വിശദാംശങ്ങളും എന്നോട് പറഞ്ഞു. അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൻ്റെ വാക്കുകളിൽ അഭിമാനവും പൊങ്ങച്ചവും ഉണ്ടായിരുന്നു. പക്ഷെ സംസാരം മുൻപോട്ട് പോകുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് ഒരു ചെറിയ ദുഃഖം അവൻ്റെ മുഖത്ത് കാണപ്പെട്ടു. ഇതുവരെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് അവൻ ആത്മാർത്ഥമായിട്ട് ഖേദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവന് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കണമെന്നും മറ്റൊരു നല്ല ജീവിതം തിരഞ്ഞെടുക്കണമെന്നും ആഗ്രഹമുണ്ട്. മമ്പട്ടിയാൻ അതിനുള്ള വഴികൾ തേടുകയായിരുന്നു. അവൻ്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ സ്വാധീനിച്ചു. എനിക്ക് കഴിയും പോലെ അവനെ സഹായിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അവസാനം അവൻ തൻ്റെ കഥയുടെ അവസാനത്തിലെത്തി. കുറച്ചു നേരം ഞങ്ങളുടെ ഇടയിൽ നിശബ്ദത വീണു. പിന്നെ നിലാവെളിച്ചത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ സംസാരിച്ചു തുടങ്ങി. 2 തെറ്റുകൾ ഒരിക്കലും ഒരു ശരിയെ സൃഷ്ടിക്കില്ല മമ്പട്ടി, ഞാൻ പറഞ്ഞു. ആ ദുഷ്ടന്മാർ നിന്റെ പിതാവിനെ കൊന്നതുകൊണ്ട് അവരെ കൊല്ലുവാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. അതിൻ്റെ ഭവിഷ്യത്തുകൾ സ്വന്തം ജീവിതത്തിൽ നീ ഇതിനോടകം മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീയും അത് സമ്മതിക്കുന്നില്ലേ? കൊള്ളക്കാരൻ നിശബ്ദമായിട്ട് തലയാട്ടി. ഞാൻ തുടർന്നു. ഞാൻ ഇനി ചെയ്യേണ്ട ശരിയായിട്ടുള്ള കാര്യം ഇതാണ്. നിങ്ങളെ തന്നെ ഉപേക്ഷിക്കുവാനായിട്ട് നിങ്ങളെ ഉപദേശിക്കുക. നിങ്ങളുടെ ജീവിത രീതികളും നിങ്ങളുടെ താല്പര്യങ്ങളും പരിഗണിക്കുമ്പോൾ എൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. മമ്പട്ടിയാൻ, ഒരു കാര്യം നീ ആലോചിച്ചു നോക്കൂ. ഒരു പക്ഷേ ഇന്നോ നാളെയോ നിന്നെ പോലീസ് പിടിച്ചേക്കാം, പിന്നെ തൂക്കിലേറ്റിയേക്കാം. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചു പോകുവാനായിട്ട് ഞാൻ നിന്നെ ഉപദേശിക്കില്ല. കാര്യം എല്ലാ മനുഷ്യരുടെയും കൈകൾ നിനക്ക് എതിരാണ്. എന്നാൽ ഇവിടെ വെച്ച് ഈ കൊള്ളക്കാരൻ എൻ്റെ സംഭാഷണത്തെ ശക്തമായിട്ട് തടസ്സപ്പെടുത്തി. എൻ്റെ കൂട്ടുകാർക്കോ ദൊരൈ, അവൻ ആവേശത്തോടെ പ്രതിഷേധിച്ചു. പോലീസിന്റെ ഓരോ നീക്കങ്ങളും ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ എന്നോട് പറയുന്ന എൻ്റെ നിരവധി വിവരദാതാക്കളുടെ കാര്യമോ അവർ നിങ്ങളെക്കുറിച്ചും എന്നോട് പറഞ്ഞിരുന്നു. ആത്മവിശ്വാസത്തോടെ അയാൾ തുടർന്നു. എഞ്ചിനീയർക്ക് അകമ്പടി പോയ ആ പോലീസുകാരൻ വേറൊരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ആ കോൺസ്റ്റബിൾ എനിക്ക് സന്ദേശം കൈമാറി. ഒരിക്കൽ ഞാൻ വളരെയേറെ ദരിദ്രനായ അവൻ്റെ പിതാവുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിരുന്നു. അവരെ ഞാൻ സഹായിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അവൻ തൻ്റെ സഹപ്രവർത്തകരായ പോലീസുകാരുടെ നീക്കങ്ങളെക്കുറിച്ച് എനിക്ക് സമയാസമയം വിവരം തരുന്നത്. എന്തിനേറെ, രംഗ പോലും എൻ്റെ സുഹൃത്താണ്. ആ സമയത്ത് ഞാൻ മറ്റൊരു മാർഗം പരീക്ഷിച്ചു. അതൊരു അനുനയത്തിൻ്റെ മാർഗമായിരുന്നു. ഞാൻ അയാളോട്, മമ്പട്ടി, നിങ്ങൾക്ക് ചില സമയങ്ങളിൽ വലിയ ഏകാന്തത അനുഭവപ്പെടുന്നില്ലേ? മനുഷ്യരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് നിങ്ങൾ കൊതിക്കുന്നില്ലേ? ഈ നിമിഷം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് ഉള്ളു തുറന്ന് സംസാരിക്കുവാനായിട്ട് കഴിയുന്ന, നിങ്ങളുടെ ഹൃദയത്തെ നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന എന്നോട് സംസാരിക്കുന്നു. അതുപോലെ ഈ രീതിയിൽ
വിശ്വസിച്ച് സംസാരിക്കുവാനായിട്ട് നിങ്ങൾക്ക് എത്ര പേരുണ്ട്? എത്ര പേരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് കൂട്ടുകാരുണ്ട് ദുരൈ, അവൻ പ്രതികരിച്ചു. എങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ ഏറ്റവും അസന്തുഷ്ടനും ദയനീയനും ഏകാഗിയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പറ. പെട്ടെന്ന് ആ മനുഷ്യനിൽ പ്രത്യക്ഷപ്പെട്ട ആത്മാർത്ഥതയും അവനിപ്പോൾ നേരിടുന്ന പ്രശ്നത്തിന്റെ വ്യാപ്തിയും എന്നെ വളരെയേറെ ആഴത്തിൽ സ്പർശിച്ചു. കുറച്ചു നേരം ഞാൻ ആലോചിച്ചു. ആ സമയത്ത് ഞങ്ങൾക്കിടയിൽ നിശബ്ദത തളം കെട്ടി. പെട്ടെന്ന് എനിക്കൊരു ആശയം തോന്നി. മമ്പട്ടിയുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയും മമ്പട്ടിയാൻ. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഉപദേശം തരാം. ഇന്ന് രാത്രി കാവേരി നദിയിലേക്ക് പോവുക. 200 അടി താഴ്ചയുള്ള ഹൊഗനക്കൽ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ബിഗ് ബന്നു എന്ന വലിയൊരു കുളത്തിലേക്ക് നിങ്ങളുടെ റൈഫിളുകളും തോക്കും വെടിമരുന്നുകളും കത്തികളും അങ്ങനെ തുടങ്ങി നിങ്ങൾ മോഷ്ടിച്ച എല്ലാ സാധനങ്ങളും എറിയുക. ഇനി ഒരിക്കലും അവയെ കാണുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുക. നിങ്ങളുടെ പഴയകാല ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന യാതൊന്നും സൂക്ഷിക്കരുത്. നിങ്ങളുടെ വസ്ത്രങ്ങൾ പോലും. അതുപോലും നിങ്ങളെ കുറ്റപ്പെടുത്തും. എല്ലാം ബിഗ് ബന്നുവിലേക്ക് വലിച്ചെറിയുക. എന്നിട്ട് നിന്റെ മീശയും മുടിയും നീക്കം ചെയ്യണം. പിന്നെ ഒന്നുകൂടി ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ കാക്കി വസ്ത്രങ്ങളും ഷൂസുകളും അതൊരിക്കലും നദിയിലേക്ക് എറിയരുത്. അത് കത്തിച്ചു കളയുക. കാരണം അത് ഒഴുകി മറ്റുള്ളവരുടെ കൈകളിൽ എത്തിയേക്കാം. എന്നിട്ട് ബിലിഗുണ്ടുവിലേക്കും തുടർന്ന് ദൊഡ്ഡഹള്ളയിലേക്കും നടക്കുക. കാവേരി ഒഴുകിയെത്തുന്ന സ്ഥലത്തിന് 3 മൈൽ മുകളിലായിട്ട് കാണപ്പെടുന്ന ആ അരുവിയും കടന്ന് തകട്ടി വനത്തിലൂടെ ഒരഗാം പട്ടണത്തിലേക്ക് പോവുക. അവിടെ നിന്നും വീണ്ടും നേരെ നടക്കുക. അപ്പോൾ നിങ്ങൾ മദ്രാസ് സംസ്ഥാന അതിർത്തിയും കടന്ന് മൈസൂർ സംസ്ഥാനത്തിൽ പ്രവേശിക്കും. അവിടെയുള്ള പോലീസുകാർക്ക് നിങ്ങളെ അറിയില്ല. അങ്ങനെ നടന്നൊടുവിൽ നിങ്ങളൊരു പ്രധാന റോഡിലെത്തും. ആ റോഡിലെത്തിയ ശേഷം വലത്തേക്ക് തിരിഞ്ഞ് കങ്കൻഹള്ളി പട്ടണത്തിലേക്കുള്ള വഴി അന്വേഷിക്കുക. കങ്കൻഹള്ളിയിൽ നിന്നും 33 മൈൽ വടക്കാണ് ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂർ നഗരം. നിങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയിട്ട് എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് നിങ്ങളെ കൂടുതൽ സഹായിക്കുവാനാവും. ഈ യാത്ര കാൽനടയായിട്ട് നടത്തുവാനായിട്ട് കുറച്ച് ദിവസമെടുക്കും. ആ സമയമെല്ലാം നിങ്ങളുടെ മുടിയോ മീശയോ വീണ്ടും വളരുവാനായിട്ട് അനുവദിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയപ്പെടും. വഴിയിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ശ്രമിക്കുക. നിങ്ങൾ അങ്ങനെ സമ്പാദിക്കുന്ന പണം നിങ്ങളെ സഹായിക്കും. ഇവിടെ നിന്നും കൂടുതൽ പണം കൊണ്ടുപോകരുത്. അത് ആളുകളിൽ സംശയത്തിനിടയാക്കും. ബാംഗ്ലൂരിലെ എൻ്റെ വിലാസം ഞാൻ നിനക്ക് തരാം. എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് ദുരൈ, മമ്പട്ടിയാൻ പറഞ്ഞു. നിങ്ങളൊരു കടലാസിൽ നിങ്ങളുടെ വിലാസം എഴുതി തരിക. അങ്ങനെ ചെയ്താൽ ബാംഗ്ലൂരിൽ വെച്ച് എനിക്ക് നിങ്ങളെ വളരെ എളുപ്പത്തിൽ കണ്ടെത്തുവാനാവും. ഞാൻ സങ്കടത്തോടെ തലയാട്ടി. അത് ഞാൻ ചെയ്യില്ല മമ്പട്ടി. കാരണം നിങ്ങൾ പിടിക്കപ്പെടുകയും എൻ്റെ വിലാസം എൻ്റെ കൈപ്പടയിൽ എഴുതിയത് നിങ്ങൾ എന്ന വ്യക്തിയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്താൽ ഞാൻ വലിയ കുഴപ്പത്തിലാവും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകാം. അത് മനഃപാഠമാക്കുക. ഞാൻ തുടർന്നു. എൻ്റെ പേര് ആൻഡേഴ്സൺ. ആൻഡേഴ്സൺ ദുരൈ എന്ന് ചോദിക്കുക. നിങ്ങളത് മറക്കാതിരിക്കുവാനായിട്ട് ഓരോ ദിവസവും ഈ പേര് സ്വയം ആവർത്തിക്കുക. മമ്പട്ടിയാൻ എൻ്റെ പേര് പലതവണ ആവർത്തിച്ചു. വലിയ വെള്ളക്കാരിയായ വിക്ടോറിയ രാജ്ഞിയുടെ സ്റ്റാച്യുവിന് സമീപമുള്ള തമാഷ ബംഗ്ല, അതായത് മ്യൂസിയത്തിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഇത് പ്രത്യേകമായിട്ടും ഓർക്കണം. നിങ്ങൾ ബാംഗ്ലൂരിൽ എത്തിക്കഴിയുമ്പോൾ വലിയ വെള്ളക്കാരിയായ രാജ്ഞിയുടെ സ്റ്റാച്യുവിനും അതിനടുത്തുള്ള തമാഷ ബംഗ്ലായിലേക്കും പോകുന്ന വഴി ചോദിക്കുക. അതിനിടയിലായിട്ട് ഒരു വലിയ ചുവന്ന വീട് കാണാം. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ആൻഡേഴ്സൺ ദുരൈ. മനസ്സിലായോ? ഇപ്പോൾ ഈ നിർദ്ദേശങ്ങൾ സ്വയം ആവർത്തിക്കുക, ദിവസത്തിൽ പലതവണ. അങ്ങനെ ഇത് നിങ്ങൾ മറക്കില്ല എന്ന് ഉറപ്പാക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾ 2 പേരും നിലത്തിരുന്നു. കൊള്ളക്കാരൻ എൻ്റെ കാലിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ആ വലിയ മനുഷ്യൻ ആ സമയത്തൊരു കുട്ടിയെപ്പോലെ കരയുകയായിരുന്നു. ദുരൈ, നീയാണ് എൻ്റെ അച്ഛനും അമ്മയും. അവൻ കരഞ്ഞു. ഈ ലോകത്ത് എനിക്കുള്ള ഒരേ ഒരു യഥാർത്ഥ സുഹൃത്ത്. കുറച്ചു നേരം മുൻപ് നിന്നെയാണല്ലോ ഞാൻ കൊല്ലാനായിട്ട് ആഗ്രഹിച്ചത് എന്ന് ചിന്തിക്കുക പോലും എനിക്കിപ്പോൾ ഓർക്കുവാൻ കഴിയുന്നില്ല. നീ പറയുന്നത് പോലെയെല്ലാം ഞാൻ ചെയ്യാം. അവൻ്റെ ജട പിടിച്ച മുടിയെ തലോടുന്നതിൻ്റെ ഇടയിൽ ശാന്തത പാലിക്കുവാനായിട്ട് ഞാൻ കിണഞ്ഞു ശ്രമിച്ചു. അപ്പോഴെൻ്റെ തൊണ്ടയിൽ വിചിത്രമായിട്ടുള്ളൊരു മുഴ ഉണ്ടായിരുന്നു. അയാൾ തലപ്പാവ് പോലെ ധരിച്ചിരുന്ന മഫ്ലർ അഴിച്ച് അത് നിലത്ത് വിരിച്ച് കിടന്നു. അവൻ നിയന്ത്രണം വീണ്ടെടുത്തപ്പോൾ ഞാൻ അവനെ പിടിച്ചിരുത്തി. പിന്നെ 2 തോളിലും കൈവച്ചു. എന്നിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, നീ ഇപ്പോൾ പോകേണ്ടതുണ്ട്. സമയം 5 മണി കഴിഞ്ഞു എന്നുള്ളത് നീ മനസ്സിലാക്കുന്നില്ല. കാട്ടുകോഴികൾ കൂവുന്നു. നിലാവ് മങ്ങി തുടങ്ങി. താമസിയാതെ നേരം പുലരും. ആരും നിങ്ങളെ ഇനി ഇവിടെ കാണരുത്. ഇനി ധൈര്യമായിട്ടിരിക്കൂ സുഹൃത്തെ. നിങ്ങളോടും എന്നോടും സത്യസന്ധത പുലർത്തുക. വികാരാധീനതയോടെ മമ്പട്ടിയാൻ മുട്ടുകുത്തി. അയാൾ എൻ്റെ പാദങ്ങളിൽ ചുംബിക്കുവാനായിട്ട് കുനിഞ്ഞു. പിന്നെ എഴുന്നേറ്റ് സലാം പറഞ്ഞ് തോക്കെടുത്തു. അടുത്ത നിമിഷം മമ്പട്ടിയാൻ എന്ന കൊള്ളക്കാരൻ ആ മങ്ങിയ നിലാവെളിച്ചത്തിൽ അപ്രത്യക്ഷനായി. ഞാൻ അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു. എന്നാൽ കേവലം 2 മിനിറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ പഴയ സുഹൃത്തും കൂട്ടുകാരനുമായ രംഗ എൻ്റെ മുൻപിൽ വന്നു നിന്നു. ദൊരയെ കണ്ടിട്ട് സുഖമായിട്ട് ഉറങ്ങിയതായിട്ട് തോന്നുന്നില്ലല്ലോ, അയാൾ പറഞ്ഞു. ദൊരയുടെ കണ്ണുകൾക്ക് താഴെയായിട്ട് ഇരുണ്ട വൃത്തങ്ങൾ കാണുന്നുണ്ട്. ചീത്ത ആനയൊന്നും ദൊരയെ ശല്യപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോ കൊതുകുകൾ കാരണമാണോ ദൊര ഉറങ്ങാത്തത്? ഈ മനുഷ്യൻ ചില സമയങ്ങളിൽ വളരെയേറെ ശല്യമാണ്. അവനെ തിരിച്ച് പരിഹസിക്കുവാനുള്ള മാനസികാവസ്ഥ അപ്പോൾ എനിക്കില്ലായിരുന്നു.
ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലക്കാരനാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. രംഗ ഒന്ന് ചുമച്ചു. പിന്നെ കാഷ്വൽ ടോണിൽ തുടർന്നു, ഒരു പക്ഷേ ഇന്നലെ രാത്രി ഞാൻ വളരെയേറെ അത്താഴം കഴിച്ചിരിക്കാം. കാരണം ഞാൻ രാവിലെ മുതലൊരു സ്വപ്നം കാണുകയായിരുന്നു. എൻ്റെ ആ സ്വപ്നത്തിൽ ഈ കൂടാരത്തിൻ്റെ മുൻപിലായിട്ട് നിലാവെളിച്ചത്തിൽ നിൽക്കുന്ന 2 രൂപങ്ങളെ ഞാൻ കണ്ടു. അവരിൽ ഒരാൾ നിങ്ങളായിരുന്നു ദുരൈ. മറ്റേയാളാകട്ടെ കാക്കി ധരിച്ച ഒരു മനുഷ്യനായിരുന്നു. നിങ്ങൾ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു വല്ലാത്ത വിചിത്ര സ്വപ്നമല്ല ദുരൈ. എനിക്കപ്പോൾ മനസ്സിലായി. അവൻ ഞങ്ങളെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ വട്ടം തിരിഞ്ഞ് എൻ്റെ മുഖം മുൻപോട്ട് നീട്ടി. ഏതാണ്ട് അവൻ്റെ മുഖത്തോട് തൊട്ടെന്ന പോലെ പിടിച്ചു. അതൊരു വിചിത്രമായ സ്വപ്നമായിരുന്നു, ഞാൻ രൂക്ഷമായിട്ട് പറഞ്ഞു. പക്ഷെ അതൊരു സ്വപ്നം മാത്രമായിരുന്നു, വെറും ഒരു സ്വപ്നം മാത്രം. അത് എപ്പോഴും ഓർക്കുക രംഗ. ഇപ്പോൾ ഈ നിമിഷം മുതൽ നീ ആ സ്വപ്നത്തെക്കുറിച്ച് മറക്കുക. ഇനി ഒരിക്കലും അതിനെക്കുറിച്ച് എന്നോടോ മറ്റാരോടോ സംസാരിക്കരുത്. നീ അങ്ങനെ ചെയ്താൽ 35 വർഷത്തിലേറെയായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ സൗഹൃദം അവിടെ വെച്ച് അവസാനിക്കും. പെട്ടെന്ന് മാറിയ സ്വരത്തിൽ അവൻ ആഹ്ലാദത്തോടെ സംസാരിച്ചു. ഇന്നലെ രാത്രിയിൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങി ദുരൈ. കനത്ത അത്താഴമാണ് കഴിച്ചത്. അതുകൊണ്ട് ഞാനൊരു സ്വപ്നം പോലും കണ്ടില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ കൈവച്ചു. അവനും ചിരിച്ചു. ഞങ്ങളുടെ നീണ്ട നാളത്തെ സൗഹൃദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ രാത്രി കഴിഞ്ഞ് ഏകദേശം 3 മാസങ്ങൾ കൂടി കടന്നുപോയി. ഈ കാലയളവിൽ ഞാൻ പലപ്പോഴും മമ്പട്ടിയാനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീട്ടിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ നായ്ക്കൾ കുരയ്ക്കുന്നത് കേട്ടു. എൻ്റെ അൽസേഷ്യനും അതിൻ്റെ 10-1 വലിപ്പമുള്ള മറ്റൊരു പട്ടിക്കുഞ്ഞും ഒന്നിൻ്റെ പിന്നാലെ ഒന്നെന്ന പോലെ പിൻവാതിലിലൂടെ പുറത്തേക്കിറങ്ങി. ഇന്ത്യയിലെ എല്ലാവരുടെയും വീടുകളിൽ മിക്കവാറും എല്ലാ ദിവസവും കാണപ്പെടാറുള്ള ഒരു കൂട്ടരാണ് യാചകർ. എൻ്റെ നായ്ക്കൾ അങ്ങനെ ഒരു യാചകനെ കണ്ട് അവന് നേരെ നോക്കി കുരയ്ക്കുകയായിരുന്നു. അവൻ്റെ മൊട്ടത്തലയാട്ടെ വൃത്തിയായിട്ട് ഷേവ് ചെയ്തതായിരുന്നു. ഒരു വൃത്തികെട്ട കോണാനും പഴകിയതും തകർന്നതുമായ ഒരു ജോഡി ചെരുപ്പുകളും വലിയ വൃത്തത്തിലുള്ളൊരു കണ്ണടയും അവൻ ധരിച്ചിരുന്നു. അവൻ്റെ കഴുത്തിൽ ഒരു വാൽനട്ടിൻ്റെ വലിപ്പമുള്ള മരമുത്തുകൾ കോർത്ത ഒരു നെക്ലസ് ഉണ്ടായിരുന്നു. നെറ്റിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വിലങ്ങനെ വെള്ളയും ചുവപ്പും നിറമുള്ള ചായം പുരട്ടിയിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ ജാതി അടയാളങ്ങളാണ്. ഒരു പക്ഷേ അത് ചന്ദനവും കുങ്കുമവും ആയിരിക്കാം. അവൻ്റെ കൽക്കരി നിറമുള്ള കറുത്ത കണ്ണുകൾ അഭിമാനത്തോടെയും പുച്ഛത്തോടെയും എന്നെ നോക്കി. ഏതാണ്ട് അവജ്ഞയോടെന്ന പോലെ അവൻ ചോദിച്ചു, ഒരു വെള്ളക്കാരൻ്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ദാനധർമ്മം ആർക്കെങ്കിലും പ്രതീക്ഷിക്കാമോ? മര്യാദയില്ലാത്ത മനുഷ്യൻ. അവനെ പുറത്താക്കുവാനായിട്ട് എനിക്ക് തോന്നി. ഞാൻ മുൻപോട്ട് വന്നു. അവനെ ക്രൂരമായിട്ട് തെറി പറഞ്ഞ് ഓടിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോഴാ പ്രൗഢിയുള്ള കറുത്ത കണ്ണുകൾ വീണ്ടും എൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, വെള്ളയും ചുവപ്പും ജാതി അടയാളങ്ങൾക്ക് താഴെയായിട്ട് അവൻ്റെ വലതു കണ്ണിൻ്റെ കോണിൽ നിന്നും അവൻ്റെ നെറ്റിയുടെയും ചെവിയുടെയും ഇടയിലുള്ള പരന്ന ഭാഗത്ത് ഒരു പാട് നീണ്ടു കിടക്കുന്നു. ഒരാൾ അടുത്തു വന്നാൽ മാത്രമാണത് കാണുവാനായിട്ട് കഴിയൂ. മമ്പട്ടിയാൻ അതിശയമായിരിക്കുന്നു. അപ്പോൾ മാത്രമാണ് ഞാൻ അവനെ തിരിച്ചറിഞ്ഞത് എന്ന് അവനറിയാം. അവൻ്റെ കണ്ണുകളിൽ ആ സമയം കാണപ്പെട്ടത് അഹങ്കാരമായിരുന്നില്ല, അത് സന്തോഷം കൊണ്ട് നനഞ്ഞു തിളങ്ങി. ആ സമയം എൻ്റെ മകൻ ഡൊണാൾഡ് ജോലിക്ക് പോയിരുന്നു. എൻ്റെ ഭാര്യ ആകട്ടെ പുറത്തായിരുന്നു. ബാലവേലക്കാരനായ ചൊക്ര മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ കാത്തിരിക്കുവാനായിട്ട് മമ്പട്ടിയോട് കൈകൊണ്ട് ഞാൻ ആംഗ്യം കാട്ടി. എന്നിട്ട് ചൊക്രയോട് ഇവിടേക്ക് വരുവാനായിട്ട് ആക്രോശിച്ചു. അവൻ അടുത്തേക്ക് വന്നപ്പോൾ മദ്രാസിൽ നിന്നും മെയിൽ ട്രെയിൻ വരുന്ന സമയം അന്വേഷിക്കുവാനായിട്ട് ഏകദേശം 2 മൈൽ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാനായിട്ട് അവന് നിർദ്ദേശം നൽകി. ഈ പ്രവൃത്തി മൂലം അടുത്ത 90 നിമിഷമെങ്കിലും അത് അവനെ ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്തും. ചൊക്ര പോയതും ഞാൻ മമ്പട്ടി അകത്തേക്ക് വിളിച്ചു. അവന് ചായ കൊടുത്തു. കൂടാതെ അലമാരയിൽ കാണുന്ന എൻ്റെ സാധനങ്ങൾ അവനെ കാണിച്ചു കൊടുത്തു. അതെല്ലാം എങ്ങനെയുണ്ടെന്ന് അവനോട് ചോദിച്ചു. മമ്പട്ടി എന്നോട് പറഞ്ഞു, ദൊരൈ, നീ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. എൻ്റെ തോക്കുകളും വെടിയുണ്ടകളും നദിയിലെ ബിഗ് ബന്നുവിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ആ പ്രവൃത്തി എൻ്റെ ഹൃദയത്തെ തകർത്ത ഒന്നായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ബാക്കിയുള്ളവ നശിപ്പിക്കുക താരതമ്യേന എളുപ്പമായിരുന്നു. പിന്നെ ഞാൻ മൈസൂർ സംസ്ഥാനത്തിന്റെ അതിർത്തിയിലും അവിടെ നിന്നും കങ്കൻഹള്ളി പട്ടണത്തിലും എത്തി. അവിടെ വെച്ച് സമ്പന്നനായൊരു ഭൂ ഉടമയുടെ കീഴിൽ എനിക്കൊരു കൂലിപ്പണി കിട്ടി. ദൊരൈ, ആ മനുഷ്യൻ അവൻ്റെ പാവപ്പെട്ട തൊഴിലാളികളെ എങ്ങനെയാണ് അടിച്ചമർത്തുന്നത്? ഏതാനും മിനിറ്റുകൾ എങ്കിലും അവനോട് എൻ്റേതായിട്ടുള്ള രീതിയിൽ, അതായത് വീണ്ടും പഴയ മമ്പട്ടിയാനാകുവാനായിട്ട് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു എന്നറിയാമോ? അവൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ ഇനി ഒരിക്കലും മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആ സമയത്ത് റോഡുകളിൽ അനേകം യാചകർ നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവരിൽ കൂടുതലും മതപരമായിട്ടുള്ള വേഷത്തിലായിരുന്നു. അവരിൽ ആരെയും കണ്ടാൽ വിശക്കുന്നതായിട്ട് തോന്നിയിരുന്നില്ല. ആരോ അവർക്ക് എങ്ങനെയൊക്കെയോ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഒരു യാചകനായിട്ടുള്ള സന്യാസിയാകുവാനായിട്ട് തീരുമാനിച്ചു. ഇപ്പോൾ എൻ്റെ പേര് ഓം കൃഷ്ണ എന്നാണ്. ഇതിൽ നിന്നും ഞാൻ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുമുണ്ട്, ജീവിക്കുന്നുമുണ്ട്. ഞാൻ തെക്കോട്ട് പോകുവാനാണ് തീരുമാനിക്കുന്നത്. മദ്രാസ് നഗരമാണ് ലക്ഷ്യം. അവിടെ സ്ഥിരതാമസമാക്കുവാനാണ് പദ്ധതി. മദ്രാസിലേക്കല്ല പോകേണ്ടത് മമ്പട്ടി, അല്ല ഓം കൃഷ്ണ. ഞാൻ സ്വയം തിരുത്തി. അവിടെ വെച്ച് പോലീസുകാരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞേക്കാം. കാരണം നീ ജീവിച്ച പ്രദേശത്ത് നിന്നും മദ്രാസ് വളരെ അടുത്താണ്. നീ തിരിച്ചറിഞ്ഞപ്പെട്ടേക്കാം. അതിനു പകരം വടക്കോട്ട്
ഹൈദരാബാദ് സംസ്ഥാനത്തിലേക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്ന പ്രദേശത്ത് നിന്നും നിങ്ങൾ എത്രത്തോളം ദൂരം പോകുന്നുവോ അത്രയും നല്ലതായിരിക്കും. അത് മറക്കരുത്. അവൻ ഒരു നിമിഷം ആലോചിച്ചു, എന്നിട്ട് തല മെല്ലെ ആട്ടി. നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ദുരൈ. പിന്നെ മമ്പട്ടിയാൻ പോകുവാനായിട്ട് എഴുന്നേറ്റു. ഞാൻ അവന് കുറച്ച് പണം വാഗ്ദാനം ചെയ്തു. പക്ഷെ അയാൾ അത് നിരസിച്ചു. മമ്പട്ടിയാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ നിങ്ങൾ എന്നോടല്ല. അതുകൊണ്ട് നിങ്ങളെ ഇനി കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്റെ പഴയ കാലവുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തുന്ന ഏക കണ്ണിയാണിത്. എന്നിട്ട് അവൻ കോണകത്തിന്റെ ഉള്ളിൽ സൂക്ഷ്മമായിട്ട് പരതി. പിന്നെ ഒരു മോതിരം പുറത്തേക്കെടുത്തു. ഒരു സ്വർണ്ണ മോതിരം. എവിടെ നിന്നുമാണ് ഇത് മോഷ്ടിച്ചത്? ഞാൻ കർക്കശമായിട്ട് ചോദിച്ചു. ഇത് ഞാൻ മോഷ്ടിച്ചതല്ല, അയാൾ മറുപടി പറഞ്ഞു. ഉത്തൈ മലയെ അണക്കെട്ട് പണിയാനായിട്ട് പോയ എഞ്ചിനീയറിൽ നിന്നുമാണ് എനിക്കിത് കിട്ടിയത്. ആ സംഭവം ഓർത്തപ്പോൾ മമ്പട്ടിയാൻ ചിരിക്കുകയായിരുന്നു. അയാൾ ഒരു സായുധ പോലീസുകാരനോടൊപ്പം നദീതീരത്തുകൂടി നടക്കുകയായിരുന്നു. ആ മണ്ടനായ പോലീസുകാരന്റെ കൈവശം ഉണ്ടായിരുന്നത് റൈഫിൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കളിത്തോക്കായിരുന്നു. എനിക്കത് അറിയാമെന്ന് അവർക്കറിയില്ലായിരുന്നു. പോയ കാല ഓർമ്മയുടെ രസമോർത്ത് ഓംകൃഷ്ണ കൂടുതലായിട്ട് ചിരിച്ചു. പിന്നെ അവൻ പറഞ്ഞു, എതിർക്കുവാൻ ശ്രമിച്ചാൽ വെടിവെച്ച് കൊല്ലുമെന്ന് ഞാനൊരു പാറയുടെ മറവിൽ നിന്നുകൊണ്ട് ആ പോലീസുകാരനോട് വിളിച്ചു പറഞ്ഞു. അയാൾ പേടിച്ചുപോയി. അയാൾ തന്റെ കളിപ്പാട്ടത്തോക്കും താഴെയിട്ടിട്ട് ഓടിപ്പോയി. ഞാൻ ആ എഞ്ചിനീയറുടെ അടുത്തേക്ക് നടന്നു. പോലീസുകാരൻ ഉപേക്ഷിച്ച ആയുധം ആ നദിയിലേക്ക് എറിയുവാനാണ് ഞാൻ തീരുമാനിച്ചത്. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, എഞ്ചിനീയർ സാഹിബ് ഭയപ്പെട്ടില്ല. പോലീസുകാരന്റെ ഭയന്നുള്ള ഓട്ടം കണ്ട് അയാൾ പുഞ്ചിരിച്ചു. എന്റെ പതിവുള്ള പരിക്കൽ ശബ്ദത്തിൽ ഞാൻ അവനോട് പണം ആവശ്യപ്പെട്ടു. എന്നാൽ ആ എഞ്ചിനീയർ എന്നോടപ്പോൾ ഞെട്ടിക്കുന്നൊരു വാക്ക് പറഞ്ഞു. മമ്പട്ടിയാൻ, എന്നെ ഭീഷണിപ്പെടുത്തരുത്. നല്ല രീതിയിൽ ചോദിക്കുവാനായിട്ട് പഠിക്കൂ. പിന്നെ അവൻ എനിക്ക് ഒരു 10 രൂപ തന്നു. ഈ മോതിരം തന്റെ വിരലിൽ നിന്നും ഊരി എന്റെ കയ്യിലും തന്നു. ഞാൻ ആ പണവും മോതിരവും തിരികെ നൽകുവാനായിട്ട് ശ്രമിച്ചു. കാരണം ആ എഞ്ചിനീയർ സാഹിബ് തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനും ധീരനുമായിരുന്നു. മാത്രവുമല്ല ഒരു മാന്യം കൂടിയാണ്. എന്നാൽ അത് തിരിച്ചു മേടിക്കുവാനായിട്ട് അയാൾ തയ്യാറായില്ല. അങ്ങനെ കുറച്ചു നേരം ഞാൻ തന്നെ ആ മോതിരം അണിഞ്ഞു. അത് വിൽക്കുവാനായിട്ട് ശ്രമിച്ചാൽ പിടിക്കപ്പെടുമെന്ന് എനിക്കറിയാം. അന്ന് രാത്രി ഞാൻ നിങ്ങളെ കാണുന്നതിന് മുൻപാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത്. അതിനുശേഷം ഓംകൃഷ്ണ ക്ഷമാപണം എന്ന പോലെ ഒരു കൂട്ടിച്ചേർക്ക കൂടി നടത്തി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞാൻ നന്നായി വരികയായിരുന്നു. പിന്നെ ഒരിക്കലും ആരെയും കൊള്ളയടിച്ചിട്ടില്ല. ഞാനത് സത്യം ചെയ്തു പറയാം. പിന്നെ നിനക്ക് സമ്മാനമായിട്ട് തരുവാനായിട്ട് ഈ മോതിരം സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയും സംഭവിച്ചിരിക്കുന്നു. എന്റെ സുഹൃത്തായിരുന്നു ആ എഞ്ചിനീയർ. കൊള്ളക്കാരനായ മമ്പട്ടിയാനെ കാണുവാനായിട്ട് അയാളും കൊതിച്ചിരുന്നു. അവർ കണ്ടുമുട്ടി എന്നതിന്റെ തെളിവായിട്ട് എനിക്കിപ്പോഴിതാ അവന്റെ മോതിരം കിട്ടിയിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഓംകൃഷ്ണ പോയി. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വർഷം മുഴുവൻ കടന്നു പോവുകയാണ്. ആ സമയത്തൊക്കെ ഞാൻ പലപ്പോഴും മമ്പട്ടിയാനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷെ അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. പലതവണ ഞാൻ ഹൊഗനക്കല്ലും അദ്ദേഹത്തിന്റെ പഴയ വിഹാരകേന്ദ്രമായിരുന്ന മറ്റ് പ്രദേശങ്ങളും സന്ദർശിച്ചു. പക്ഷെ ആരും അവനെക്കുറിച്ച് ഒന്നും സംസാരിച്ച് കേട്ടില്ല. കാരണം ആരും തന്നെ അവനെ വളരെ കാലമായിട്ട് കണ്ടിരുന്നില്ല. പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ അവൻ എന്നേക്കുമായിട്ട് അപ്രത്യക്ഷനായിരിക്കുന്നു. അങ്ങനെ 2 മാസം കൂടി കടന്നു പോവുകയാണ്. പൊടുന്നനെ ഭൂമി ഒരു വാർത്ത കൊണ്ട് നിറഞ്ഞു. മമ്പട്ടിയാൻ മരിച്ചിരിക്കുന്നു. 2 വർഷം മുൻപ് മദ്രാസ് സർക്കാർ മമ്പട്ടിയാന്റെ തലയ്ക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം മോഹിച്ച് ഒരു സുഹൃത്ത് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. കൊന്നോ ജീവനോടെയോ പിടികൂടുകയാണെങ്കിൽ 500 രൂപയും 5 ഏക്കർ ഭൂമിയുമായിരുന്നു വാഗ്ദാനമെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിദേശത്ത് വരെ പല കഥകളും പ്രചരിച്ചിരുന്നു. ചിലർ പറഞ്ഞു മമ്പട്ടിയാൻ തന്റെ ഭാര്യയെ കാണുവാൻ മടങ്ങിപ്പോയി, അപ്പോൾ കൊല്ലപ്പെട്ടു. മറ്റു ചിലർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവന് വളരെ പ്രിയപ്പെട്ട ഒരു വെപ്പാട്ടിയെ സന്ദർശിക്കുവാനായിട്ട് മടങ്ങിയെത്തിയതായിരുന്നു, അപ്പോഴാണ് കൊല്ലപ്പെട്ടത്. ഭാര്യയോ വെപ്പാട്ടിയോ ആരുമാകട്ടെ, ഒരു സ്ത്രീ അവനെ ഒറ്റിക്കൊടുത്തു. അവൾക്കൊരു സഹോദരനുണ്ടായിരുന്നു. അയാൾക്ക് വലിയ കടബാധ്യതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പണം വളരെ ആവശ്യവുമായിരുന്നു. മമ്പട്ടിയാന് പ്രിയപ്പെട്ട ആഹാരം അവൾ അന്ന് അവന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുന്നു. പക്ഷെ അവൾ ആ ഭക്ഷണത്തിൽ ഫോളിഡോൾ എന്ന വിഷം ചേർത്തു. കർഷകരുടെ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെ കൊല്ലുവാനായിട്ട് സർക്കാർ അവർക്ക് വിതരണം ചെയ്യുന്ന വളരെ ശക്തിയേറിയിട്ടുള്ള രാസവസ്തുവാണത്. മമ്പട്ടിയാൻ ആ ഭക്ഷണം കഴിച്ചു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവൻ മരണത്തിന്റെ വക്കിലെത്തി. ആ നിമിഷം കാത്തിരുന്ന ആ സ്ത്രീയുടെ സഹോദരൻ പെട്ടെന്ന് കടന്നു വരികയും മമ്പട്ടിയാനെ വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു. മമ്പട്ടിയാനെ ഒന്നുകിൽ പിടിച്ചുകെട്ടി ജീവനോടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വെടിവെച്ച് കൊല്ലണം. അങ്ങനെ ചെയ്യുന്നവർക്കായിരുന്നു പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷെ വിഷം കൊടുത്ത് ചതിച്ചു കൊന്നതിനെ കുറിച്ച് ആരും ഒന്നും തന്നെ പറഞ്ഞില്ല. ആ പ്രതിഫലം അനുവദിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. മമ്പട്ടിയാന്റെ മൃതദേഹം ധർമ്മപുരി പട്ടണത്തിലേക്ക് പോലീസ് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവനെ തിടുക്കപ്പെട്ടവർ സംസ്കരിച്ചു. അവനെ അടക്കം ചെയ്യുന്നതിന് സാക്ഷികളാകുവാൻ വലിയൊരു കൂട്ടം ജനമാണ് തടിച്ചുകൂടിയത്. മലയൂർ മമ്പട്ടിയാന്റെ ജീവിതകഥ പറഞ്ഞ സിനിമയാണ് മലയൂർ മമ്പട്ടിയാൻ. 1983 ഈ സിനിമ റിലീസ് ചെയ്തത്. ത്യാഗരാജൻ, സരിത, സിൽക്ക് സ്മിത എന്നിവരാണ് അഭിനയിച്ചത്. നിർമ്മാതാവും ഡയറക്ടറും ആദ്യം ഈ സിനിമയിൽ നായകനാകുവാനായിട്ട്
സാക്ഷാൽ രജനീകാന്തിനെയാണ് സമീപിച്ചത്. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല. അതിനുശേഷമാണ് മമ്പട്ടിയാന്റെ റോളിലേക്ക് ത്യാഗരാജൻ വരുന്നത്. ഈ ഒറ്റ സിനിമയോടെ ത്യാഗരാജൻ ഇൻഡസ്ട്രിയിൽ വലിയൊരു സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു. അതിന്റെ അടുത്ത വർഷം 1984 ഹിന്ദിയിൽ ഗംഗുവ എന്ന പേരിൽ ഇതേ സിനിമ റീമേക്ക് ചെയ്തു. ഹിന്ദി സിനിമയിൽ രജനീകാന്ത് ആയിരുന്നു നായകൻ. ഈ ചിത്രം 2 ഭാഷകളിലും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. തീർന്നില്ല, കഴിഞ്ഞ 2011 ത്യാഗരാജൻ തന്റെ മകൻ പ്രശാന്തിനെ വെച്ച് വീണ്ടും ഈ സിനിമ പുനർനിർമ്മിക്കുകയുണ്ടായി. എന്നാൽ ആ സിനിമ അത്ര ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നില്ല. മലയൂർ മമ്പട്ടിയാന്റെ ഈ കഥ, അതായത് ആൻഡേഴ്സൺ വേർഷൻ, ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഈ കഥ ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇതിന് മറ്റൊരു പാട്ട് കൂടിയുണ്ട്.